ഓം ശതധാരമുസ്സമക്ഷീയമാണം വിപശ്ചിതം പിതരം ഭക്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസി പിപൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡനമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനം ഇന്ദുചൂടമരുണഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപത്മകരയാ സ്വാംഗസ്ഥയാ സന്തതം ബീജാപൂരഗതാ ധനസ്ത്രിശികയുഗ് ചക്രാബ്ജപാശോൽപലൗരീഹഗ്രം സ്വപിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തിം ഭജേയം ഗം ഗണപതയേ നമഃ. ബാലരിവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖീം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്വമീ. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ അമ്മേ. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ശിവായൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഭാഗവതത്തിലെ അവതാര പരമ്പര, അതിലെന്തുകൊണ്ടും ശ്രേഷ്ഠത വഹിക്കുന്ന വാമനാവതാരത്തിലേക്ക് കടന്നു നിന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഭാഷണവേദി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. വാമനാവതാരം, മത്സ്യം, കൂർമ്മം, അത്തരത്തിലൊരു ഓർഡർ ക്രമത്തിലല്ല നമ്മളിവിടെ കാണുന്നത്. അഷ്ടമസ്കന്ധത്തിൽ മന്വന്തര വർണ്ണനയിൽ വാമനമൂർത്തിയായിട്ട് അവതരിക്കാനുണ്ടായ സാഹചര്യവും എന്തുകൊണ്ട് ആ അവതാരം അങ്ങനെ അനുഷ്ഠിച്ചു എന്നുള്ള സംഗതിയുമെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മനുക്കളുടെ ഭരണ കാലഘട്ടത്തെയാണ് ഈ മന്വന്തരം എന്ന് പറഞ്ഞുകൊണ്ട് പുരാണ ലക്ഷണമായി ചിത്രീകരിച്ചുകൊണ്ട് ഭാഗവതത്തിൽ 8ാമത്തെ സ്കന്ധത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും മന്വന്തര വർണ്ണനയിൽ പാലാഴി മഥനവും ഗജേന്ദ്രമോക്ഷവും അതുപോലുള്ള കഥകളുടെ കൂട്ടത്തിൽ മത്സ്യാവതാരത്തിന് തൊട്ടുമുമ്പായിട്ട് വരാഹാവതാരവും ഇട്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേക ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വാമനമൂർത്തി എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുള്ളൻ ആയിട്ട് പൊക്കം കുറഞ്ഞ, അല്ലെങ്കിൽ ഒരു ശിശുഭാവത്തിൽ ജനിക്കുന്നത്. എല്ലാവരുടെയും കഥ ഇത്തരത്തിലാണ്. ചെറുതായിട്ടാണ് ജനനം. ചെറുതായിട്ട് ജനിക്കുകയും വലുതായിട്ട് വളർന്നു വലുതായി ഒരു വിരാട് പുമാൻ അഥവാ വിശ്വം മുഴുവൻ നിറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഭാവത്തിലേക്ക്, അതിന് നമ്മൾ ബ്രഹ്മാകാരം എന്ന് പറയും. ഭാഗവത കഥകളെല്ലാം തന്നെ പഠിക്കുന്നതും അനുധാവനം ചെയ്യുന്നതും ഇത്തരത്തിൽ ബ്രഹ്മാകാരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ശിശുവിൻ്റെ ജനനം, ഒരു ഡോട്ട് ആയിട്ട് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുത്ത്, ഒരു ബിന്ദു, അത്തരത്തിൽ പ്രവേശിക്കുന്ന ഒരു ശരീരം, അതെങ്ങനെ എംബ്രിയോ എന്നുള്ള രീതിയിലാകുന്നതും അത് വളർന്നു വലുതായി കലകളും അത്തരത്തിൽ ഓർഗൻസ്, അവയവങ്ങളുമൊക്കെ ആയി പരിണമിച്ച് ഒരു ശിശുവിൻ്റെ വേഷം കെട്ടുന്നതും, അതിങ്ങനെ വളർന്നു ഒരു ശിശു പ്രസവിക്കാൻ ആകുമ്പോഴേക്ക് എല്ലാ രൂപങ്ങളും സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതും, പുറത്തേക്ക് വന്ന് ഒരു കൊല്ലമാകുമ്പോൾ നടന്നു തുടങ്ങുന്നതും പിന്നെ വലുതാകുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും
പ്രായം കടന്നു വരുന്നതോടുകൂടി കൗമാരം, യൗവനം, ജര എന്ന് പറയുന്ന എല്ലാം തന്നെ കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ഇതെല്ലാം തന്നെ ചെറുതായിട്ടുള്ളത് വലുതാകുന്ന രീതിയാണ്. ചെറുതായിട്ട് വലുതാകുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, സ്ഥൂല പ്രകൃതിയിലേക്ക് കടക്കുക. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് കടക്കുന്ന അതിസുന്ദരമായിരിക്കുന്നൊരു ദൃശ്യം ഈ വാമനാവതാരത്തിൽ കാണാം. ഏതായാലും ആ കഥയിലേക്ക് നാം കടക്കുമ്പോൾ കശ്യപ പ്രജാപതിയാണ് അച്ഛനായിട്ട് വരുന്നതും അതിഥി എന്ന് പറയുന്ന ദേവമാതാവാണ് അമ്മയായിട്ട് വരുന്നതും. ഭാഗവതത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന കഥകൾ പരിശോധിച്ചാൽ തുടക്കത്തിൽ വൈകുണ്ഠവാസികളായിട്ടുള്ള ജയവിജയന്മാർ അധപ്പതിച്ച അവസ്ഥയിൽ ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും ജനിച്ചത് ദിതിയുടെ ഗർഭത്തിലാണ്. ദിതി എന്ന് പറയുമ്പോൾ ദ്വൈതത്തിൻ്റെ രണ്ടായിരിക്കുന്നൊരവസ്ഥയുടെ വേറുകൂറിൻ്റെ, അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ വിഭാഗീയ ചിന്താഗതിയുടെ, അതിനെ മറ്റൊരു തരത്തിൽ പറയുമ്പോൾ ആസുരികതയുടെ, വിഭാഗീയ ചിന്താഗതി, ആസുരികത. അപ്പോൾ എല്ലാ തരത്തിലും ആസുരികതയുടെ പ്രതീകമായിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കുമ്പോൾ ദിതിയുടെ ഗർഭത്തിലാണ്. പിന്നാലെ രാവണകുംഭകർണാദികൾ ജനിക്കുന്നത് കൈകസി ഗർഭത്തിലാണ്, രാക്ഷസിയുടെ. ഇതേ രീതിയിൽ നമ്മൾ അവരുടെ ജനനത്തെപ്പറ്റി പരിശോധിക്കുമ്പോഴും ആരാണ് അമ്മ, ഏത് പാത്രത്തിലാണ്, ഏത് ഗോത്രത്തിലാണ് ജനിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ആസുരികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളെല്ലാം തന്നെ കടന്നു വരുന്നത് ഓരോ ജനനത്തിൻ്റെയും പ്രത്യേകതയാണ്. ഇവിടെയും ദിതി എന്ന് പറയുന്ന ദ്വൈതം, ഭർത്താവ് അപ്പോഴും കശ്യപ പ്രജാപതി തന്നെയാണ്. ഏതൊരു കശ്യപ പ്രജാപതിയാണോ സാധാരണ ആചാര്യന്മാരും ഭാഗവതത്തെ സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് വിശകലനം ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരും തന്നെ പറയുന്നത് കശ്യപ എന്ന് പറഞ്ഞാൽ പശ്യക്ക എന്ന് തന്നെ. അപ്പോൾ കശ്യപ എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ നിന്ന് ആ പ്രജാപതിയുടെ പ്രത്യേകത പശ്യ ക, കകാരം നമ്മുടെ സംസ്കൃതത്തിലും ഏക അക്ഷര നിഘണ്ടു, അതുപോലെ നമ്മുടെ എല്ലാ സമ്പ്രദായം തന്ത്രമായാലും മന്ത്രമായാലും ആ ക എന്ന് പറയുന്ന അക്ഷരം എടുക്കുമ്പോൾ അതിൽ ഈശ്വരത്വമാണ് ആരോപിച്ചിരിക്കുന്നത്. കകാരം, കൃഷ്ണൻ്റെ നാമം കകാരത്തിൽ തുടങ്ങുന്നത് അതിനെ ഗർഗാചാര്യർ പറഞ്ഞു പഠിപ്പിച്ചത് കകാരോ കമലാകാന്ത എന്ന് തന്നെയാണ്. കകാരോ കമലാകാന്ത, കമലാകാന്തൻ എന്ന് പറയുന്ന വിഷ്ണുവാണ് ഈ കകാരം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ശ്രീവിദ്യാ മന്ത്രത്തിൽ ക ഏ ഈല ഹ്രീം ഇത്യാദി അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെയും കകാരം ഈശ്വരൻ്റേതാണ്. അപ്പോൾ ഈശ്വരനെ ദ്യോതിപ്പിക്കുകയും സൂചിപ്പിക്കുകയും അതിന് പ്രത്യേകിച്ചും ഒരു ബീജാക്ഷരമായിട്ട് നാം എടുക്കുകയും ചെയ്യുന്നതാണ് കകാരം എന്ന് പറയുന്ന ആദ്യത്തെ വ്യഞ്ജനാക്ഷരം എന്നുകൂടി പറയാം. ക ഖ ഗ ഖ ങ. അങ്ങനെ കകാരം എന്ന് പറയുന്ന ആദ്യത്തെ വ്യഞ്ജനാക്ഷരം ശിവാക്ഷരമാണ്. ആ ശിവാക്ഷരത്തിൻ്റെ പ്രത്യേകത ഈശ്വരൻ. ദ്വാരക എന്ന് പറയുന്ന പ്രയോഗം ഭാഗവതത്തിൽ അന്യമല്ല. ഭാഗവതത്തിൽ ഭഗവാൻ തിരഞ്ഞെടുക്കുന്നത് ദ്വാരകയാണ്. ദ്വാരകാവാസിയായിട്ടുള്ള മുകുന്ദൻ എന്നാണ് നമ്മൾ പറയുക. ദ്വാരകയെ വിശ്വകർമാവ് സൃഷ്ടിച്ചു കൊടുത്താണ് ഭഗവാന്. കംസവധം കഴിഞ്ഞിട്ട് മധുരയിൽ നിന്ന് അദ്ദേഹം കുശസ്ഥലിയിലേക്ക് എന്ന വിശ്വകർമാവിൻ്റെ നിയന്ത്രണത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ദ്വാരക. ദ്വാരക എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്നത് മുക്തിക്കുള്ള ദ്വാരം എന്നാണ്. മുക്തിക്കുള്ള ദ്വാരം. അപ്പോൾ ഏതൊരു ദ്വാരമാണോ ക എന്ന് പറയുന്ന മുക്തിയിലേക്ക്, ഈശ്വരനിലേക്ക്, പരബ്രഹ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, ആ ദ്വാരമുള്ളത് കൊണ്ട് ദ്വാരക എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിനും ഒരു അപ്പേർച്ചർ, ഒരു ദ്വാരം തലയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട്, അത് പരിണാമത്തിൻ്റെ ഗുപ്തിയായാലും ഈശ്വര സൃഷ്ടിയായാലും അവിടെ നമ്മുടെ ശരീരത്തെയും നമുക്ക് ദ്വാരക എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഇത് മുക്തിക്കുള്ള ദ്വാരമാണ് തലയിൽ ഇട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ക എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധിക്കണം. പശ്യ ക എന്ന് പറഞ്ഞതിൽ നിന്ന് കാണുക ഈശ്വരനെ എല്ലായിടത്തും. അല്പം നേരത്തെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ സ്വാമികളുടെ പ്രസംഗം കേട്ടുകൊണ്ടാണ് വന്നത്. അദ്ദേഹം ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതും അതേ ശൈലിയിൽ തൃതീയ സ്കന്ധത്തിൽ കപിലവാസുദേവൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇതേ സംഗതി തന്നെ. സമത്വബോധമുണ്ടാകണം. സമസൃഷ്ടികളിലെല്ലാം തന്നെ ഈശ്വരനെ കാണണം. എല്ലായിടത്തും ഈശ്വരനല്ലാതെ മറ്റാരുമല്ല ഉള്ളത്. യോമാം പശ്യതി സർവത്ര സർവഞ്ചമയി പശ്യതി എന്ന് പറയുന്ന ശൈലി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നതും അതിനെയാണ് വിശകലനം ചെയ്യേണ്ടതും പഠിക്കേണ്ടതും. അതാണ് ഭാഗവതത്തിൻ്റെ സത്തായിരിക്കുന്ന സംഗതിയും. അപ്പോൾ ഇവിടെയും കകാരം കൊണ്ട് പശ്യക എന്ന് പറയുന്ന കശ്യപൻ്റെ ആ കകാരം കൊണ്ട് സൂചിപ്പിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വര ദൃഷ്ടി
എല്ലാവരിലും സൃഷ്ടികളിലെല്ലാം തന്നെ ഈശ്വരനെ കാണുക. അപ്പം ഇത്തരത്തിലുള്ള പശ്യക എന്ന് പറയുന്ന കശ്യപ പ്രജാപതി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ദ്വിതീയം ചെല്ലുന്നുണ്ട്, അതിഥിയും ചെല്ലുന്നുണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സമീപനം. വിഭാഗീയ ചിന്താഗതിക്കാരിയായിട്ടുള്ള ദ്വൈത ഭ്രമത്തിൻ്റെ ഉടമയായിട്ടുള്ള ആസുരിക ചിന്താഗതിയുള്ള ദ്വിതീയം ചെല്ലുന്നുണ്ട്. അദ്വൈതം എന്ന് പറയുന്ന അതിൻ്റേതായിട്ടുള്ള, അതായത് എല്ലാം ഒന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ അമൃതാനുഭൂതി ആസ്വദിക്കുന്ന ദേവന്മാരുടെ അമ്മ അതിഥിയും ചെല്ലുന്നുണ്ട്. ദിതി ചെന്നപ്പോഴാണ് സന്ധ്യാവേളയിൽ ചെന്നു. ഏറ്റവും അസമയത്ത് പുത്രോത്പാദനം ആശിച്ചുകൊണ്ട് ചെന്ന് ആ ദിതിയെ ശകാരിക്കുന്നുണ്ട്, പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയം നല്ലതല്ല, പുത്രോത്പാദനത്തിന് പറ്റിയതല്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടും വകവയ്ക്കാതെ ഇപ്പോൾ തന്നെ പുത്രോത്പാദനം വേണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ദിതിക്ക് സംഭാവന ചെയ്തു കൊടുത്തതാണ് ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും. അവരെ നമ്മൾ പറയുന്നത് വിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയുമൊക്കെ എതിർപഥമായിരിക്കുന്ന അജ്ഞാനത്തിൻ്റെ രണ്ട് മുഖങ്ങളായിട്ടാണ്, വിക്ഷേപ ആവരണങ്ങളായിട്ടാണ്. അപ്പോൾ സന്ധ്യാസമയം പ്രാർത്ഥനയ്ക്കും ഉപാസനയ്ക്കും മാത്രം ഉതകുന്ന സമയത്ത്, ദാമ്പത്യ ജീവിതം വാസ്തവത്തിൽ അനുഷ്ഠിക്കാൻ പാടില്ലാത്ത സമയത്ത്, സന്ധ്യയ്ക്ക് ഉണ്ണുന്നവൻ രോഗി, നിദ്ര ചെയ്യുവൻ ദരിദ്രനാം എന്നെല്ലാം പറയുന്ന ആ പ്രത്യേക വിലക്കപ്പെട്ട ആ സന്ദർഭത്തിൽ അപ്പോൾ തന്നെ പുത്രോത്പാദനം വേണമെന്ന് ശഠിക്കുന്ന ആസുരിക പ്രവണത അതിലൂടെ ഉണ്ടായി. കശ്യപ പ്രജാപതിയാണ് അച്ഛൻ എങ്കിൽ കൂടി. അപ്പോൾ എല്ലാ തരത്തിലും ചിന്തിക്കേണ്ടത്, അച്ഛൻ കശ്യപനായിരുന്നിട്ട് കൂടി രണ്ട് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ന് പറയുന്ന അസുരന്മാരെ സൃഷ്ടിച്ച ആ വിചിത്രമായിരിക്കുന്ന ജന്മം ഒന്ന് ചിന്തിച്ചാൽ ഈ അടുത്ത ജന്മത്തെ നമുക്കൊന്നുകൂടി കണക്കിലെടുക്കാൻ കൈകാര്യം ചെയ്യാം. ഇവിടെ വാസ്തവത്തിൽ അമ്മ ദിതിക്ക് പകരം അതിഥിയാണ്. നല്ലപോലെ ചിന്തിച്ചുറപ്പിച്ചാൽ അതിഥി എന്ന് പറയുന്ന അമ്മ അദ്വൈതത്തിൻ്റെ, അദ്വൈതം എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഒന്നേയുള്ളൂ, കാണുന്നതെല്ലാം തന്നെ ഈശ്വരനാണ്, ഈശ്വരനല്ലാതെ മറ്റു യാതൊന്നുമില്ല, ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. അപ്പോൾ ഇതേപോലെയുള്ള എല്ലാ ആഹ്വാനങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അദ്വൈതത്തിൻ്റെ അനുഭൂതി അത് നുകർന്നുകൊണ്ടിരിക്കുന്ന അമ്മ, അവൾക്കുള്ള സങ്കടം ഒന്ന് നോക്കൂ. അഷ്ടമസ്കന്ധത്തിൽ വാമനാവതാരത്തിൻ്റെ മുന്നോടിയായിട്ട് ഭഗവതി അതിഥി എന്ന് പറയുന്ന ദേവി കശ്യപ പ്രജാപതിയെ കണ്ട് സങ്കടമുണർത്തിക്കുന്നത്, എൻ്റെ മകൻ, അതായത് ദേവന്മാരുടെ എല്ലാം തന്നെ അധിപൻ ദേവേന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ മകൻ ഇന്നിപ്പോൾ രാജ്യനിഷ്കാസിതനാണ്. അദ്ദേഹത്തിൻ്റെ ദേവേന്ദ്രലോകം, നാഗലോകം അടക്കി ഭരിക്കുന്നത് ബലിയാണ്. ബലി എന്ന് പറയുന്ന ആ വ്യക്തി ആസുരിക ശക്തിയുടെ പ്രതീകം. അദ്ദേഹം ത്രിലോകങ്ങളും കീഴടക്കിയ കൂട്ടത്തിൽ നാഗലോകം, ദേവേന്ദ്രൻ്റെ ലോകവും കൂടി കീഴടക്കി കഴിഞ്ഞു. അതിൽ നിന്ന് എൻ്റെ മകനെ വാസ്തവത്തിൽ ആട്ടി പുറത്താക്കി. മകന് നഷ്ടപ്പെട്ടു പോയ ദേവലോകം വീണ്ടെടുത്തു കൊടുക്കാനായിട്ടല്ലയോ കശ്യപ പ്രജാപതി ഒരു സന്തതിയുടെ ആവശ്യകത വരുന്നു എന്ന്. ഭഗവാൻ തന്നെ അവതരിക്കണം, ഭഗവാൻ തന്നെ അവതരിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുത്ത് തരണം. അതിനു വേണ്ടിയിട്ട് ഒരവതാരത്തിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടാണ്, ഒരു ശക്തനായിട്ടുള്ള സന്തതിയുടെ പുത്രൻ്റെ ജനനത്തിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടാണ് കശ്യപ പ്രജാപതിയെ അതിഥി സമീപിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആ വ്രതമെല്ലാം തന്നെ ദീർഘമായിട്ട് പറയാനുള്ള അവസരമില്ല. ഒരു പ്രത്യേക വ്രതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് പയോവ്രതം. ഈ പയോവ്രതം എന്ന് പറയുന്ന പേര് ഭാഗവത്തിൽ കേൾക്കുമ്പോൾ ഉടൻ തന്നെ മറ്റൊരു വ്രതത്തിൻ്റെ പേരും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നം, പുംസവനം. പുംസവനം എന്ന് പറയുന്ന വ്രതം ഷഷ്ഠസ്കന്ധത്തിൻ്റെ ഒടുവിൽ കാണുന്നത് ആ വ്രതം അനുഷ്ഠിക്കുന്ന ദിതിയാണ്, നേരത്തെ പറഞ്ഞ ദിതി. അപ്പോൾ ദിതി എന്ന് പറയുന്ന അസുരമാതാവിന് കശ്യപ പ്രജാപതി ഒരു വേറൊരു വ്രതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതം. ആ നീണ്ടു നിൽക്കുന്ന വ്രതം കൊണ്ട് ഇന്ദ്രന് തുല്യനായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാകും എന്നിങ്ങനെ അനുഗ്രഹിച്ചേകി. ആ വ്രതത്തിൻ്റെ പേരാണ് പുംസവനം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അതിഥിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് പയോവ്രതം എന്ന് പറയുന്നത് പാലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നിവേദ്യാദികളെല്ലാം ശുദ്ധ സാത്വിക രൂപത്തിലാക്കിക്കൊണ്ടും ദ്വാദശാക്ഷരി എന്ന് പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ടും ആ വിദ്യ അതെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടും 12 ദിവസക്കാലം ഒരു തപസ്വാധ്യായ നിരതയായിട്ടിരുന്ന് 13ാമത്തെ ദിവസം അതിൻ്റെ പാരണ വീടി അത്തരത്തിൽ ഈശ്വരന്മുഖമായിട്ടുള്ളൊരു മനസ്സോടുകൂടി അതിഥിയോട് ആ ഉപവാസത്തോടുകൂടി അല്ലെങ്കിൽ എന്തെന്നില്ലാത്ത ഉപാസനയോടുകൂടി അത്തരത്തിൽ വ്രത ആചരണങ്ങൾ നടത്താൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരനെ ലഭിക്കാൻ. അപ്പോൾ നല്ലപോലെ നമ്മൾ ചിന്തിച്ചുറപ്പിക്കേണ്ട ഒരു സംഗതി കൂടി അഷ്ടമസ്കന്ധത്തിൽ കടന്നു വരുന്നു. ഈശ്വരനെ മകനായിട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരനെ തൻ്റെ സന്തതിയായിട്ട് ലഭിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഒരു പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. വ്രതം എന്ന് പറഞ്ഞാൽ വരിച്ചതാണ്, സ്വീകരിച്ചതാണ്, എന്ത് വേണമെന്ന് നിശ്ചയിച്ചതാണ്. അപ്പോൾ ഒരു നിശ്ചയദാർഢ്യം ഈ വ്രതാനുഷ്ഠാനങ്ങൾക്കെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്ന് ഭഗവാനെ തന്നെ തൻ്റെ പുത്രനായിട്ട്
സിദ്ധിച്ച ഒരു കഥാഗോളമാണ് വാമനാവതാരം. അപ്പോൾ വാമനാവതാരത്തിൻ്റെ അതിന് ഉപോത്ബലകമായിട്ട് ചില സംഗതികൾ നമ്മൾ പഠിക്കേണ്ടത്, ദേവലോകം നഷ്ടമാകുക ദേവേന്ദ്രന്, അവിടെ അടിച്ചുറപ്പിക്കേണ്ടത് അദ്വൈതം എന്ന് പറയുന്ന ചിന്താഗതി ഇല്ലാതെയാകുക. ദേവൻ എന്ന് പറഞ്ഞാൽ അസുരനിൽ നിന്ന് വ്യത്യസ്തൻ. അസുരൻ എന്ന് പറഞ്ഞാൽ അസുക്കളിൽ രമിക്കുന്നവനാണ്. സുരൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ സുര പാനം ചെയ്യുന്നവനുമാണ്. സുരപാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അമൃതത്തെ ആസ്വദിക്കുന്നവനാണ്. അമൃതം എന്ന് പറഞ്ഞാൽ തലയിൽ ഇറ്റിറ്റ് വീഴുന്ന അമൃതാനുഭൂതിയുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും സുരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, അസുരൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠത കുറഞ്ഞു. കാരണം എന്താ? അസുരനെ സംബന്ധിച്ചിടത്തോളം മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമാണ് ഭരിക്കുന്നത്. അങ്ങനെ വികാരങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുന്നൊരവസ്ഥയിലേക്ക് കടന്ന് അതാണ് ശരിയെന്ന് കണ്ട് ഭൗമികം അല്ലെങ്കിൽ ഭൂതിതലത്തിൽ ഈ പറയുന്ന ഈ വിഭൂതികളെല്ലാം തന്നെ ഭൂമിതലത്തിലാണെന്ന് കണ്ട് ജീവിച്ചു പോകുന്ന സമ്പ്രദായം അസുരൻ്റേൽ അസുക്കളിൽ രമിക്കുന്നത്. അത് വിട്ടിട്ട് സുരൻ എന്ന് പറയുമ്പോൾ ശരീരാന്തർഗതമായിട്ടൊഴുകുന്ന അമൃതത്തിൻ്റെ ധാര, പ്രത്യേകിച്ചും തലച്ചോറിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ആ സുര, അതിന് സുധ എന്ന് പറയാം, സുധാ സാനാഭിവർഷിണി, അതെല്ലാം തന്നെ കിട്ടുന്നവൻ്റെ പേര് സുരൻ. അപ്പോൾ ഇവിടെയും സുരന്മാരെല്ലാവരും തന്നെ നിഷ്കാസിതരാകുക, അസുരന്മാർ കയറി ഭരിക്കുക. അപ്പോൾ ശാരീരികമായിട്ടുള്ള ആവശ്യകതകൾക്ക് മുൻതൂക്കം കൊടുക്കുക. ഭൗമികം ഭൗതികം എന്ന് പറയുന്ന സംഗതികൾക്കെല്ലാം തന്നെ ആക്കവും തൂക്കവുമായി, അതിന് പകരമായിട്ട് അഭൗതികം അഭൗമികം അല്ലെങ്കിൽ ഈ പറയുന്ന അലൗകികം എന്നെല്ലാം പറയുന്ന സംഗതികളെല്ലാം തന്നെ അസ്തമിച്ചു പോകുന്ന ഒരു രംഗം. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവതം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭൗതികത അല്ലെങ്കിൽ ഭൗമമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭൂമിയെ സംബന്ധിച്ചതും ഭോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വിട്ട് ഒരു യോഗാനുഭൂതി സിദ്ധമാകാൻ വേണ്ടിയിട്ടുള്ളൊരു കഥാഗോളമായിട്ട് കൂടി ഈ വാമനാവതാരത്തിന് അടിസ്ഥാനമായിരിക്കുന്ന കഥയെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ആരാണ് ഇനി കടന്നു വന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ് അടുത്തത്. ബലി. ബലി എന്നുള്ള കഥാപാത്രം ബലം ഉള്ളവൻ ആയതുകൊണ്ടാണ്. ബലി എന്ന് പറയുന്നത് ബലി നടത്തിയത് കൊണ്ടുമാണ്. അപ്പോൾ ബലി എന്ന് പറയുന്ന പദത്തിൽ നിന്ന് അന്തർഭവിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അദ്ദേഹം ബലിഷ്ഠനാണ്, ശക്തനാണ്, ഈ ലോകത്തെ മുഴുവൻ ജയിച്ചവനാണ്, വിശ്വജിത്ത് എന്ന് പറയുന്ന യാഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ്. അപ്പോൾ ലോകത്തിൽ ഇനി വല്ലതും ഇദ്ദേഹത്തിന് അടിപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അടിപ്പെടാതിരിക്കുന്നത് കൂടി ഇയാളുടെ താഴെ കൊണ്ടുവരാനായിട്ട്, ഭരണത്തിൽ കൊണ്ടുവരാനായിട്ട് വിശ്വജിത്ത് എന്ന് പറയുന്ന യാഗവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ബലമുള്ള ശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് ബലി എന്ന് പറയുന്ന അസുര രാജാവ്. പ്രഹ്ലാദൻ്റെ പരമ്പരയിലുമാണ്. അപ്പോൾ ഈ പ്രഹ്ലാദൻ്റെ പരമ്പര എന്ന് എടുത്തു പറയാൻ കാരണം അവിടെ അസുരന്മാരാണെങ്കിലും ഭക്തിതലത്തിൽ അവർക്ക് ഒരു സ്വാധീനം അവരുടെ മനസ്സിലുണ്ട് താനും. അപ്പോൾ എല്ലാ തരത്തിലും ബലി എന്ന് പറയുന്ന ബലിഷ്ഠനായ ബലമുള്ള ആ ചക്രവർത്തി ബലി അനുഷ്ഠിക്കുന്നത് കൊണ്ട് മഹാബലി എന്നുള്ള പേരിന് കൂടി അർഹനായി. ഈ മഹാബലിയെ ഇന്ന് നമ്മൾ കേരളീയരെ വികൃതമാക്കിക്കൊണ്ട് മാവേലി എന്നെല്ലാം തന്നെ പറയുമ്പോൾ, ഞാൻ എറണാകുളംകാരനാണ്, കുറച്ചുകൂടി ഇങ്ങനെ തെക്കോട്ടേക്ക് പോയാൽ മാവേലിക്കര ചെല്ലാം. ഈ മാവേലിക്കര എന്ന് പറയുന്ന സങ്കേതത്തിൽ പണ്ട് മാവേലി എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. അത് മഹാബലിയാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ മാവേലിക്കര എന്ന് പറഞ്ഞാൽ മാവേലി എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ്. മാവേലിക്കരയും അതുപോലെ മാവേലി എന്ന് പറയുന്ന കഥാപാത്രവും തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൂജിക്കുന്ന ഒരു സ്തൂപാകൃതിയിലുള്ള ഒരു സംഗതിയെ എടുത്ത് വെച്ച് തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓണക്കാലത്ത് ആചരിക്കുന്നതെല്ലാം തന്നെ തൃക്കാക്കരയിലെ വാമനമൂർത്തിയുമാണ് തൃക്കാക്കരപ്പൻ. അപ്പോൾ തൃക്കാക്കരപ്പനെ ഇങ്ങനെ പൂജിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ മാവേലി നാടുവാണിയിടും കാലം എന്നെല്ലാം പാടുമ്പോൾ അവിടെ കേരളീയനായിരിക്കുന്ന ഒരു രാജാവിൻ്റെ ഭരണകാലം ഓർമ്മിക്കുകയാണ്. ഗുജറാത്തിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഭൃഗകച്ഛത്തിൽ യാഗം നടത്തിക്കൊണ്ട് വാമനമൂർത്തിയുമായിട്ട് കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ടുള്ള മഹാബലിയല്ല. അപ്പോൾ ഈ ഭാഗവത കഥകൾക്ക് പ്രസക്തിയില്ലാത്തൊന്ന് കേരളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ ഓണാഘോഷങ്ങളും അതിലുള്ളൊരു മാവേലിയും അവിടെയുള്ളൊരു തൃക്കാക്കരയപ്പനും അതിനെയെല്ലാം തന്നെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഈ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന വെറും തെറ്റിദ്ധാരണയാണ്. കുടവയറുള്ളൊരു വ്യക്തിയെ കുടയും ചൂടിക്കൊണ്ട് ഓലക്കുടയും ചൂടിക്കൊണ്ട് ആണ്ടിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് പോരുന്നു എന്നുള്ള മട്ടിൽ ചിത്രീകരിച്ചുകൊണ്ട് എത്രമാത്രം ഹൈന്ദവ തത്വസംഹിതകളെയും ഭാഗവതത്തെയും എങ്ങനെയെല്ലാം നിഷേധിച്ചുകൊണ്ടും നിഷിച്ചുകൊണ്ടും അതിനെ വികൃതമാക്കിക്കൊണ്ടും പ്രവർത്തിക്കാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്നതല്ല. അത് മനസ്സിലിരിക്കട്ടെ. ഏതായാലും മഹാബലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എന്തെന്നില്ലാത്തൊരു ശക്തിയുള്ളത് പാരമ്പര്യത്തിൻ്റെ ഗുണമാണ്, പൈതൃക ഗുണമാണ്. അവിടെയും പ്രഹ്ലാദകുമാരൻ സാക്ഷാൽ നാരായണനാമജപം കൊണ്ട് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി നരസിംഹമൂർത്തിയായിട്ടും തൻ്റെ അച്ഛനെന്ന് പറയുന്ന ഹിരണ്യകശിപു ജയവിജയന്മാരിലൊരുത്തൻ, അയാൾ ജനിച്ചു വീണ ഏറ്റവും ദുർഘടം പിടിച്ച അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കൊടുക്കാനും
തൻ്റേതായിട്ടുള്ള നാരായണ ശബ്ദത്തിൻ്റെ പ്രാധാന്യം പ്രകടമാക്കാനും എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്നുള്ള ആ തത്വത്തെ പ്രകീർത്തിതമാക്കാനും വേണ്ടിയുള്ള ആ കഥ വായിക്കുമ്പോൾ പ്രഹ്ലാദകുമാരൻ്റെ ശ്രേഷ്ഠത മനസ്സിലാകും. മാഹാത്മ്യം നിങ്ങൾ വായിക്കുമ്പോൾ ഭാഗവത മാഹാത്മ്യം പത്മപുരാണാന്തർഗതമായത് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ജയതി ജഗതിമായാം യസ്യകായാധവസ്ഥേ വചനരചനമേകം കേവലഞ്ചാകലയ്യ ധ്രുവപദമപിയാതോ യത് കൃപാതോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി എന്ന്. അവിടെ ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദനെ സ്തുതിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് കയാധുവിൻ്റെ സന്തതിയായിരിക്കുന്ന പ്രഹ്ലാദകുമാരനെയും ഹിരണ്യകശിപുവിൻ്റെ മകൻ, മറ്റൊന്ന് ധ്രുവൻ എന്ന് പറയുന്ന കുട്ടിയെയുമാണ്. രണ്ട് കുട്ടികളെയും മെരുക്കിയെടുക്കുന്ന, അതിസുന്ദരമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്ത് കരിപ്പിടിപ്പിച്ചെടുക്കുന്ന ദേവർഷിയായിരിക്കുന്ന നാരദനെ സ്തുതിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. കയാധുവിൻ്റെ മകൻ ഹിരണ്യകശിപുവിൻ്റെ സന്തതി. ഹിരണ്യകശിപു തപസ്സിന് പോയപ്പോഴാണ് വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടിയെ ഉദ്ദേശിച്ചുകൊണ്ട് നാരദ മഹർഷി ആധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളും ഓതിക്കൊടുത്ത് കുട്ടിക്ക് വേണ്ടതെല്ലാം തന്നെ കൊടുത്ത് അതിനെ സജ്ജമാക്കി. അത് പുറത്തേക്ക് കടന്നപ്പോൾ നാരായണനാമമല്ലാതെ പറ്റി യാതൊന്നും ശ്രേഷ്ഠമല്ല എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് വച്ചാൽ, ധ്രുവനെന്ന് പറഞ്ഞ 5 വയസ്സുകാരനെയും പ്രഹ്ലാദകുമാരനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് ഏതൊരു ലക്ഷ്യമാണ് മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യമാണോ നമുക്ക് വേണ്ടത്, ധ്രുവകുമാരനെ കൊണ്ട് മരണത്തിൻ്റെ മസ്തകത്തിൽ ചവിട്ടിച്ച്, മൃത്യുവിൻ്റെ വക്രത്തിൽ ചവിട്ടിച്ച് ധ്രുവപദത്തിലേക്ക് പറഞ്ഞു വിട്ടത് നാരദൻ്റെ കഴിവാണ്. അതേപോലെ തന്നെ പ്രഹ്ലാദകുമാരനും തൂണിലും തുരുമ്പിലും തൻ്റെ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൂണ് ഇങ്ങനെ പൊട്ടിപ്പുളർന്നപ്പോൾ അതിൽ നിന്ന് ഈ നരസിംഹഭഗവാന്റെ ദർശനം സാധിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കഴിവും മിഴവുമാണ്, അനുഗ്രഹിച്ചത് നാരദനും. അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയെല്ലാം തന്നെ എന്തിനു സ്മരിച്ചു എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദകുമാരൻ പറയുന്നുണ്ട്. അച്ഛൻ ചോദിക്കുമ്പോൾ തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ഇത്രയും ദിവസക്കാലം ശുക്രാചാര്യരുടെ സന്തതികളിൽ നിന്ന് എന്താണ് നീ പഠിച്ചത് ഏറ്റവും ശ്രേഷ്ഠം എന്നെല്ലാം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന നവധ ഭക്തിമാർഗത്തെയാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നമ്മൾ ഹൈന്ദവർ സനാതനധർമ്മികൾ വളരെയേറെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട 9 തരങ്ങളാണ്, 9 തട്ടുകളാണ്. താഴത്ത് നിന്ന് തുടങ്ങുന്നു, തലയിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ താഴത്തുനിന്ന് തുടങ്ങുന്നു, ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുന്നു. അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള ആധ്യാത്മികതയിൽ അനന്ത സാധ്യതകളാണ്. അസാധ്യമായിട്ട് യാതൊന്നും ഇല്ലാത്ത ഈ ആധ്യാത്മികതയിൽ ശ്രവണം എന്ന് പറയുന്ന ആദ്യത്തെ പടിയെ തുടർന്ന് കീർത്തിച്ചും സ്മരിച്ചും അർച്ചന ചെയ്തും പാദസേവനം നടത്തിയും സഖിയായിട്ടും ദാസരായിട്ടും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കെട്ടുമട്ടുമുള്ള ഓരോരോ ഭക്തൻ്റെ രൂപങ്ങളും ഭാവങ്ങളും ഇതെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒടുവിൽ ചെന്നു ചേരുന്നതാണ് ആത്മനിവേദനം. അത് എവിടെ കാണാമെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബലിയിൽ കാണാം. അതുകൊണ്ടാണ് ബലി നടത്തി. ബലി എന്ന് പറയുന്നത് സാക്രിഫൈസ്, ത്യാഗബുദ്ധി. തൻ്റെ ശരീരത്തെ തന്നെ ത്യജിക്കാൻ തോന്നണമെങ്കിൽ തണ്ടും തൻ്റെ ഇടവും വേണം, നട്ടെല്ലിന് നല്ല മൂപ്പും ഉറപ്പും വേണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബലം വേണം. ബലമില്ലാത്തതിന് വാസ്തവത്തിൽ ആധ്യാത്മികത അസാധ്യമാണ്. ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം, ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മളിലേക്ക് കടത്തിക്കൊണ്ടുവരാനൊരു തീവ്രത ആവശ്യമാണ്. തീവ്രമായിട്ടുള്ള സാധന. അപ്പോൾ എല്ലാ തരത്തിലും സാധനയുടെ സമ്പന്നമായിരിക്കുന്നൊരവസ്ഥയിൽ ശക്തിയെ പ്രാപിക്കുമ്പോൾ മാത്രമേ ഈശ്വരനെ കിട്ടുന്നുള്ളൂ. അത് വാസ്തവത്തിൽ കാണുന്നതാണ് ഈ നവധാഭക്തിമാർഗത്തിൽ. 9 തട്ടിലും തരത്തിലും ഈശ്വരസേവ നടത്തുന്നത് പടിപടിയായിട്ട് ഉയർന്ന് ആത്മസമർപ്പണം ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ മാത്രം ഈശ്വര ദർശനം കിട്ടുക. ആ വിഷയം നമുക്ക് ഈ ബലിയോട് ചുറ്റിപ്പറ്റി ഒന്ന് അറിയേണ്ടതുണ്ട്. അതാണ് വാസ്തവത്തിൽ ഉറപ്പിക്കേണ്ടതും. മഹാബലി എന്ന് പറയുന്ന അസുരശ്രേഷ്ഠൻ ത്രിലോകങ്ങളും കീഴടക്കി ഭൃഗുകച്ഛം എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ സമീപത്ത് അതിൻ്റെ ബൗണ്ടറിയിലുള്ള അത്തരത്തിലുള്ള സങ്കേതത്തിൽ കുത്തിയിരുന്നു കൊണ്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ടും യാഗാദികൾ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടും ഇരിക്കുമ്പോഴാണ് കശ്യപ പ്രജാപതിയുടെ അനുഗ്രഹം കൊണ്ട് പയോവ്രത ധാരണത്തിലൂടെ പയോവ്രതം അനുസരിച്ച് അദ്ദേഹത്തെ അമ്മയുടെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ സിദ്ധമായ ഈശ്വര അവതാരം കൊച്ചുകുട്ടിയായിട്ട് അവതരിച്ച ആ വാമനമൂർത്തി പതുക്കെ നടന്നു നീങ്ങുകയാണ് ഈ ഭൃഗുകച്ഛത്തിലേക്ക്. അപ്പോൾ ജനിച്ച പാടെ തന്നെ പല സംഗതികൾ, ഓലക്കൊടയായാലും മെതിയടിയായാലും അരഞ്ഞാണമായാലും പൂണുനൂലായാലും ഗൗപീനമായാലും ഇതുപോലുള്ള സകലതും എല്ലാം തന്നെ കൊടുക്കുന്ന ദേവകളാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോന്ന് കൊടുത്തതിന് ശേഷം അവിടെ സുന്ദരനായിരിക്കുന്ന ഈ കൊച്ചുകുട്ടി ഈശ്വരാവതാരം, മഹാവിഷ്ണുവിൻ്റെ അവതാരം, അദ്ദേഹം പതുക്കെ നടന്നു നീങ്ങുന്നത് ബലിയുടെ സമീപത്തേക്കാണ്. ലക്ഷ്യം നോക്കൂ. അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് എന്ന് ചോദിച്ചാൽ ഈ കശ്യപ പ്രജാപതിയുടെ സന്തതിയായിട്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അതിഥി എന്ന് പറയുന്ന അമ്മ അത് ഉന്നയിച്ചുകൊണ്ടാണ് പയോവ്രതം അനുഷ്ഠിച്ചതും ഇത്തരത്തിൽ പുത്രലബ്ധി ഉണ്ടായതും. അപ്പോൾ എല്ലാ തരത്തിലും ഉദ്ദേശലക്ഷ്യങ്ങളെല്ലാം തന്നെ ഈ ഭഗവാൻ അറിയാം, അവതാര സ്വരൂപത്തിനറിയാം. പതുക്കെ നടന്നു നീങ്ങിയിട്ട് അവിടെ ചെന്ന് യാചിക്കുകയാണ് 3 അടി പ്രദേശം.
എൻ്റെ കാലുകൊണ്ട് 3 അടി പ്രദേശം മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൽ ഒരു ഈഗോ ആർക്കായാലും ഉണ്ടാകും. ചക്രവർത്തിയാണ് ഞാൻ, മഹാബലിയാണ്, എന്നെ കളിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ 3 അടി പ്രദേശം ഇത്ര തുച്ഛമായിട്ടുള്ളൊരു വരം ശ്രേഷ്ഠനായിട്ടുള്ള എന്നോട്, കേമനായിരിക്കുന്ന എന്നോട് ചോദിച്ച് ഒട്ടുമുചിതമായില്ല എന്നെല്ലാം ഭാഗവത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. പോരാ, നീ എന്തെങ്കിലും കൂടുതൽ ചോദിക്കുക എന്ന് പറഞ്ഞപ്പോഴും ഈ വാമനമൂർത്തി യാചിക്കുന്നില്ല കൂടുതലായിട്ട്. എനിക്ക് ഇരിക്കാനായിട്ട് ഒരു ഇരിപ്പിടം, സത്യത്തിലൊരു 3 അടി വീതിയിൽ 3 അടി സ്ക്വയറായിട്ടൊരു സ്ഥലം മതി. അവിടെ കുത്തിയിരുന്ന് ഞാൻ ധ്യാനിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് മാറി നിൽക്കാൻ പറയരുത്. എൻ്റേത് എന്ന് പറയാനും, കുത്തിയിരുന്ന് സ്വന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കുന്നു, ഇരിപ്പിടം സ്വന്തമാണെന്ന് പറയാൻ അത്തരത്തിലൊരു അവകാശം ഉന്നയിക്കത്തക്ക രീതിയിൽ 3 അടി പ്രദേശം മതി എന്നിങ്ങനെ ഉറപ്പിച്ചു നിൽക്കുകയാണ്. രസകരമായിട്ടുള്ള യാചനയാണ്. ഈ വരമെല്ലാം തന്നെ കൊടുക്കുന്ന മഹാബലി അല്ലെങ്കിൽ ബലിഷ്ഠരായിരിക്കുന്ന ചക്രവർത്തിയുമാണ്. ത്രിലോകങ്ങളും വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറുള്ളൊരു ദാന തൽപരനുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തേനക്തേന ഭുഞ്ചീത എന്ന് പറയുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ ആ മന്ത്രത്തിൻ്റെ പ്രസക്തി, അതുപോലെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവം ത്യാഗമനോഭാവം. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് കവി പാടും. അപ്പോൾ എല്ലാ തരത്തിലും ത്യാഗം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ ഹൈന്ദവരെ, സനാതന ധർമ്മികൾ ത്യാഗം എന്ന് പറയുന്നത് വളരെയേറെ ഒരു നേട്ടമായിട്ട് കണ്ട ഒരു സമൂഹമാണ്. അങ്ങനെ ത്യജിച്ചത് കൊണ്ടാണ് ഇതര സെമറ്റിക് മതങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടികുത്തി വാഴാൻ ഇടയായത്. ഇപ്പം എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ, ത്യാഗം ചെയ്ത് ത്യജിച്ച് നമുക്കൊന്നുമില്ലാതെയായി, പപ്പരത്തം. അപ്പം ഇതെല്ലാം തന്നെ സംഭവിച്ചത് നമ്മുടെ ത്യാഗ മനോഭാവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കൊണ്ടാണ്. കനത്ത ഒരു സംഭാവന, ത്യാഗം, എല്ലാ തരത്തിലും ത്യജിക്കാൻ തയ്യാറാണ്. ഈ ത്യാഗബുദ്ധി പക്ഷേ അനിവാര്യമാണ്. ഇപ്പോഴും നമ്മൾ പറയും ത്യാഗം അത് ആവശ്യമാണ്. അപ്പോൾ എന്തുണ്ടായാലും നമ്മൾ ത്യജിച്ചു കൊണ്ടിരിക്കണം. ആ ത്യജിക്കേണ്ടത് എന്ത് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ആ ത്യാഗബുദ്ധി എന്ന് പറയുന്നത് വിരക്തനായിരിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. ബലിഷ്ഠനായിരിക്കുന്ന മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ ത്യജിക്കാനുള്ളൊരവസരമുണ്ടായപ്പോൾ ത്യജിച്ച് ഭഗവാൻ സമർപ്പിക്കുന്ന രീതി വന്നപ്പോൾ അതാണ് നവധ ഭക്തിമാർഗത്തിലെ 9ാമത്തെ ആ രംഗം, ആത്മസമർപ്പണം, ടോട്ടൽ സറണ്ടർ. ഭാഗവതം വായിച്ചും പഠിച്ചും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, സ്വാമികളുമായിട്ട് സംസാരിക്കുമ്പോഴും 12,000-ഓളം സപ്താഹങ്ങൾ ഈ കേരളക്കരയിൽ ഉടനീളം ഒരാണ്ടിൽ നടക്കുന്നുണ്ട് എന്നല്ല ഒരു സർവേ. ഈ ചാനലുകാരാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നതും പറയുന്നതും. അപ്പോൾ അവരിത്തരത്തിൽ ഇങ്ങനെ 12,000, 15,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും അങ്ങനെ സപ്താഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാശ്വാസം. ഈ ആശ്വാസം നമുക്ക് കേട്ടുമ്പോഴും ഒരു നെടുവീർപ്പ്, നെടുശ്വാസം അതും കൂടെ വരുന്നുണ്ട്. എന്താ കാരണം? 12,000 ഈ സത്രങ്ങളും അല്ലെങ്കിൽ സപ്താഹങ്ങളും നടക്കുന്നതോടൊപ്പം നല്ല പേരുള്ള കുട്ടികൾ, അനഘ, ആതിര എന്നെല്ലാം പേരുള്ള കുട്ടികൾ, അവർ ചോർന്നു പോകുന്നുമുണ്ട്. അതാരും അറിയുന്നുമില്ല. എത്ര കഷ്ട! ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒഴുകിപ്പോവുകയാണ്. മഞ്ചേരിയിൽ കഴിഞ്ഞ വർഷം ഈ പറയുന്ന സ്കന്ദപുരാണമൊക്കെ നടത്തുന്ന സന്ദർഭത്തിലാണ് സത്യസരണി എന്നൊക്കെ പറഞ്ഞത് കണ്ടത്. അങ്ങോട്ടേക്ക് ഇങ്ങനെ ഓടിക്കേറുകയാണ്, വിളിച്ചു കൊണ്ടുപോവുകയാണ്. സത്യത്തിൻ്റെ സരണിയാണെങ്കിൽ നല്ലത്. അതുതന്നെയാണ് ഭാഗവതം സത്യം പരം ധീമകി എന്ന് പ്രാർത്ഥിച്ചത്. സത്യത്തെ ധ്യാനിക്കുകയും സത്യത്തിൻ്റെ പിന്നാലെ പോവുകയും വേണം. സത്യമാണ് ഈശ്വരൻ. ആ സത്തായിരിക്കുന്ന സംഗതിയാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ നല്ലതാ. പക്ഷേ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഹൈന്ദവ സനാതന മാർഗത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണോ പഠിക്കേണ്ടത്, അറിയേണ്ടത്, ഇതൊന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഓടിപ്പോകുന്ന കൂട്ടരായിട്ട് നമ്മൾ മാറി. അതും വാസ്തവത്തിൽ ഒരു ഛേദം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 12,000 സപ്താഹമുണ്ടായിട്ടും ഇന്നിപ്പോൾ ഞാൻ ഈ 3-4 സത്രങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞു. ആദ്യം മുതലുള്ള സ്വാമികളുടെ ഈ സത്രത്തിൽ ആദ്യകാലം മുതൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു പുതിയ സത്രം ഈ പറയുന്ന മുംബൈ ചന്ദ്രശേഖർ ശർമ്മ ആചാര്യനായിട്ട് കോട്ടയം ഭാഗത്ത്, അവിടെയും തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസത്തെ വൈകുന്നേരത്തെ പ്രഭാഷണം അത് നടത്താനായിട്ട് പോയി. ഇങ്ങനെ സത്രങ്ങളാണ്. ഇവിടുത്തെ കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു സത്രം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അരമണിക്കൂർ ഓടിയാൽ മതി, 3/4 മണിക്കൂർ ഓടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സത്രങ്ങൾ അടിക്കടി, മുട്ടിന് അങ്ങനെ എല്ലായിടത്തും ഈ സത്രങ്ങൾ നടത്തുമ്പോഴും സത്തുക്കളുടെ ത്രാണനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ സത്രങ്ങൾ നടക്കുമ്പോഴും നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉപരിപ്ലവമാണ്. ഘോഷവും ആഘോഷവും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതും സംസാര വിഷയമായിരുന്നു. ബാലൻ ചേട്ടനൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഘോഷവും ആഘോഷവുമുണ്ട്, ഉത്സവമുണ്ട്, ആനയും അമ്പാരിയും ഉണ്ട്. അത്തരത്തിൽ എല്ലാത്തരം കേമത്വവും നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആന്തരികമായിട്ടുള്ളൊരു വ്യതിയാനം നമുക്ക് സംഭവിക്കുന്നില്ല. ആന്തരികമായിട്ടുള്ള വ്യതിയാനം എന്ന് പറഞ്ഞാൽ അന്ധക്കരണത്തിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുദ്ധിയും അല്ലെങ്കിൽ ജീവൻ്റെ ശുദ്ധിയും അല്ലെങ്കിൽ ആ പറയുന്ന അന്ധക്കരണ ശുദ്ധിയും അതെല്ലാം തന്നെ നേടിയിട്ട് അവിടെ പ്രകടമാകുന്ന ഈശ്വരഭാവത്തെ നമുക്ക് ആർജിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം തന്നെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള നമ്മുടെ സംസ്കാരത്തിൽ, നവതാ ഭക്തിയിൽ
ഏറ്റവും ഒടുവിലത്തെ ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമാണ് മഹാബലി എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മുഴുവൻ ആത്മസമർപ്പണം. നമ്മളെല്ലാം തന്നെ സമർപ്പിക്കാറുണ്ട്. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത്. ഒടുവിൽ ഇതെല്ലാം തന്നെ പറയും നാരായണായേതി സമർപ്പയാമി. പൂജ കഴിഞ്ഞാലും എല്ലാത്തരം കാര്യങ്ങളിലും നമ്മൾ നാരായണായേതി സമർപ്പയാമി. പക്ഷേ ഇതെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ അധര വ്യായാമമായിട്ട് പരിണമിക്കുകയാണ്. വെറും ഈ ചർവിതയർവണം പോലെ പഠിച്ച കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു എന്നുള്ള ആ സമ്പ്രദായത്തിലേക്ക് തികച്ച് യാന്ത്രികം ആ രീതിയിൽ പോകുന്നത് കൊണ്ട് വാസ്തവത്തിൽ ആന്തരികമായിട്ടുള്ളൊരു വ്യതിയാനം ഉണ്ടാകുന്നില്ല എന്ന്. അപ്പോൾ ടോട്ടൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണം എന്ന് പറയുന്നതിലെ ആത്മാ എന്ന് പറയുന്ന പദവി അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. ഇനി കഥയിലേക്ക് ഒന്നുകൂടി കടക്കാം. ഏതായാലും 3 അടി പ്രദേശം ഇങ്ങനെ ചോദിച്ചു. 3 അടി മതിയോ, അതിൽ കൂടുതൽ വേണ്ടേ ഇത്യാദി അവർ തമ്മിലുള്ള സംവാദവും. അത് വേണ്ട ഉറപ്പിച്ചു ഈ പറയുന്ന കുള്ളൻ, ഈ വാമനൻ, ഭഗവാന്റെ ആ വാമന വേഷം എനിക്ക് 3 അടി മതി എന്ന്. ഏതായാലും ഇതിൻ്റെ ഇടയിൽ ഗുരു ശുക്രാചാര്യർ കടന്നു കയറി പറയുന്നുണ്ട്, ഈ വന്നു നിൽക്കുന്നവൻ വെറും ഒരു ബ്രാഹ്മണൻ അല്ല, ഒരു വടുരൂപിയല്ല, ഇയാൾ വാസ്തവത്തിൽ കള്ളൻ അല്ലെങ്കിൽ കപടൻ, ആ വിഷ്ണു തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ പഠിക്കേണ്ടത്, ഗുരു സത്യത്തെ കാണിച്ചു തരുന്നവനാണ്. ശുക്രാചാര്യരായാലും ബൃഹസ്പതി എന്ന് പറയുന്ന ദേവഗുരു ആയാലും നമ്മുടെ ഈ ലോകത്തേക്ക് കടന്നു വന്ന് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരായാലും അവർ സത്യത്തെ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരാണ്. ഗുരുവിൻ്റെ ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണപ്രശാന്തി എന്ന് കുചേലനും ഭഗവാനും കൂടി പറയുന്നുമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഗുരു ശുക്രാചാര്യര് ദീർഘദൃഷ്ടിയുള്ള അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി വടിരൂപിയായിട്ട് വന്നിരിക്കുന്നത് വെറും ഒരു ബ്രാഹ്മണനല്ല, അയാൾ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയിട്ട് അരുതേ മഹാബലേ, അങ്ങ് ഏതായാലും ഇത്തരത്തിൽ വരമൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ യാചിച്ച സംഗതി ദാനം ചെയ്യാനായിട്ട് അങ്ങ് തൽപരനാണ്, അത് വേണ്ട എന്നെല്ലാം പറഞ്ഞപ്പോഴും വാസ്തവത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞു, ഒഴിച്ചു കഴിഞ്ഞു, ദാനം കൊടുത്തു കഴിഞ്ഞു, 3 അടി പ്രദേശം കൊടുക്കാം എന്ന് ഏറ്റുകഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് പോലും ജീവൻ അപായത്തിലാവുമ്പോൾ നല്ലതാണ് എന്നുള്ളൊരു ശുക്രനീതി എന്ന് പറയും അതിനെ. ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് ഒക്കെ പറയാം. അപ്പം അത്തരത്തിൽ വാസ്തവത്തിൽ ശുക്രനീതി എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിൽ ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും വകവയ്ക്കാതെ, അത്തരത്തിലുള്ള ഉപദേശം പോലും കേൾക്കാതെ താൻ എന്താണോ പ്രവർത്തിക്കാൻ തുനിഞ്ഞത് അത് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന ഈ മഹാബലിയുടെ ബലം, അവിടെയും ബലം. അപ്പോൾ എല്ലാ തരത്തിലും പ്രഹ്ലാദ പരമ്പരയിൽപ്പെട്ട് ഈശ്വരന്മുഖമായിട്ടുള്ളൊരു മനസ്സുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം ഈ അസുരശ്രേഷ്ഠനും. അദ്ദേഹവും ത്യാഗ മനോഭാവത്തിന് തയ്യാറായി ആത്മസമർപ്പണത്തിന് തുനിഞ്ഞു. ഈ ചോദിച്ച വരം അല്ലെങ്കിൽ യാചിച്ചതായിട്ടുള്ള 3 അടി പ്രദേശം അത് നൽകുകയാണ്. ഇത് നൽകിയ ഉടനെ തന്നെ വാമനമൂർത്തിയായിട്ട് കുള്ളനായിട്ട് പൊക്കം കുറഞ്ഞവനായിട്ട് മുൻപിൽ നിന്നിരുന്ന ആ വാമനമൂർത്തി പെട്ടെന്നിങ്ങനെ വലുതായി ഭീമാകാരനാകുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ത്രിവിക്രമഭാവത്തിൽ കാണുക, ത്രിലോകങ്ങളും നിറഞ്ഞ രൂപത്തിൽ കാണുക. ഇവിടെ നിങ്ങൾ അല്പനേരം നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് അല്പനേരം നിൽക്കണം. ഈ അവസ്ഥ നമുക്ക് ആവശ്യമാണ്. വരുമ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഭൂമാനന്ദ സ്വാമികൾ പറഞ്ഞുകൊണ്ടിരുന്നതും വിഗ്രഹം വച്ച് പൂജിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ സമത്വബോധവും എല്ലായിടത്തും ഈശ്വരനാണെന്നുള്ള ബോധം വരുന്നില്ല. ഇത് വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്ന സന്ദർഭത്തിലാണ് അവിടെ ഇരുന്നതും കേട്ടതും. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറുന്നതും. ഇവിടെ വാസ്തവത്തിൽ ഒരു കൊച്ചുകുട്ടിയായിട്ട് ജനിച്ച, അങ്ങനെയാണ് ജനിക്കുന്നതല്ല, അത്തരത്തിൽ ചെറുതായിട്ട് ജനിച്ച ഒരു വ്യക്തിത്വം, ആ വിഷ്ണുവിൻ്റെ അവതാര സ്വരൂപം പെട്ടെന്നിങ്ങനെ വളർന്നു വലുതായി ത്രിവിക്രമനായി ആ വിരാട് രൂപത്തിലേക്കും ഭാവത്തിലേക്കുമായി ത്രിലോകങ്ങളും അടങ്ങുന്ന അത്തരത്തിൽ ബൃഹത്തായിട്ടുള്ളൊരു ആകാരത്തിലേക്കായി എന്ന് പറഞ്ഞാൽ അതാണ് ബ്രഹ്മാകാരം. ഈ അവതാരത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടതും സ്വായത്തമാക്കേണ്ടതും സംശീകരിക്കേണ്ടതും ഈ പറയുന്ന ബ്രഹ്മാകാരത്തെയാണ്. ബ്രഹ്മാകാര വൃത്തി, അതിനെപ്പറ്റി അല്പം പറഞ്ഞുകൊണ്ട് ഒരു അരമണിക്കൂറോളം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ദൃഢമാക്കാൻ നോക്കാം. നമ്മൾ സനാതന സംസ്കാരികൾ ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെയാണ്. മുഷ്ടി മുദ്ര എന്ന് പറയും. മുഷ്ടിമുദ്ര ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഹൃദയം എന്ന് പറയുന്ന നെഞ്ചിൻകുഴിയിൽ അമർത്തിക്കൊണ്ടാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കുക. അങ്ങനെ ഈശ്വര പ്രതിഷ്ഠ നടത്തുന്ന മുഷ്ടി, അത് വളരെ ദൃഢത കാണിക്കുന്നതാണ്. അങ്ങനെ മുഷ്ടിമുദ്രയിൽ ഉയർന്നു നിൽക്കുന്ന തള്ളവിരൽ, അതാണ് ഈശ്വരൻ്റെ വലിപ്പം, ഇതാണ് സങ്കല്പം. അപ്പോൾ എൻ്റെ ശരീരത്തോട് ആനുപാതികമായിട്ട് ഈശ്വരൻ്റെ വലിപ്പം ഞാൻ നിശ്ചയിച്ചിട്ടുള്ള തള്ളവിരലിൻ്റെ രൂപത്തിലാണ്. ഈ തള്ളവിരലിൻ്റെ വലിപ്പം എങ്ങനെ നിശ്ചയിച്ചു എന്ന് ചോദിച്ചാൽ, ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ എപ്പോഴാണോ ഈ പറയുന്ന ഉത്തരയുടെ ഗർഭത്തിലേക്ക് ആ ഭ്രൂണം കടന്നു വന്നത്, പരീക്ഷത്തിൻ്റെ ആ ഭ്രൂണം കടന്നു വന്നപ്പോൾ എപ്പോഴാണോ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം തൊടുത്ത് വിട്ട് നശിപ്പിക്കാൻ നോക്കിയത്,
ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അകത്തേക്ക് കയറുന്നത് ഈ വലിപ്പത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ഉത്തരയുടെ ഗർഭത്തിൽ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ കടന്നുകൂടിയ ആ ഈശ്വര സ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ വലിപ്പം ഈ തള്ളവിരലിൻ്റെ വലിപ്പമാണ്. മുഷ്ടി അത് ഹൃദയത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. നെഞ്ചുവേദന മാറും, ഗ്യാസ് ട്രബിൾ മാറും, ശാരീരിക വ്യഥകളും മാറും, പ്രശ്നങ്ങളും പ്രയാസങ്ങളും അലട്ടും മംഗലാപ്പും ഇതൊക്കെ തന്നെ ദൂരീകരിക്കാം. നല്ലപോലെ അമർത്തിപ്പിടിച്ചാൽ കിട്ടുന്നൊരു സുഖം നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റുകയില്ല. അക്കൂട്ടത്തിൽ കൃഷ്ണനെയോ ഇഷ്ടദേവതയെയോ ഈ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ ഈ ചങ്കിന് തുല്യമായിരിക്കുന്ന ഹൃദയത്തിന് തുല്യമായിരിക്കുന്ന മുഷ്ടി അത്രയും വലിപ്പത്തിലുള്ള ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിച്ചാലോ അതും വളരെ നന്ന്. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ തള്ളവിരലിൻ്റെ വലിപ്പത്തിലാണ് ഹൃദയത്തിൽ ഈശ്വരൻ. ഒന്ന്, ഈശ്വരൻ എന്ന് പറയുന്ന ഹൃദയത്തിൽ തന്നെയാണെന്നുള്ളതിന് സംശയം വേണ്ട. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുനാധിഷ്ഠതി പണ്ടേ പറഞ്ഞു തന്നു കൃഷ്ണൻ. അതേ രീതിയിൽ തന്നെ രമണ മഹർഷിയും പാടിത്തന്നു, ഹൃദയകുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. അപ്പോൾ എല്ലാ തരത്തിലും ഹൃദയത്തിലാണ് ബ്രഹ്മം ഈശ്വരൻ. ആ ഈശ്വരനെ നമ്മൾ ഈ വലിപ്പത്തിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിഗ്രഹം, അവൻ്റെ ശരീരം എന്ന് പറയുന്ന വിഗ്രഹം എത്രമാത്രമുണ്ടോ അതിന് ആനുപാതികമായിട്ട് ഈശ്വരൻ്റെ വിഗ്രഹവും അയാൾ നിശ്ചയിക്കും. ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ തന്നെ ആ ശ്രീകോവിലിൻ്റെ കണക്കനുസരിച്ച്, വാതിലിൻ്റെ കണക്കനുസരിച്ച് അകത്ത് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിനൊരു യവം കണക്കെല്ലാം ഉണ്ടാക്കും. യവം. അപ്പോൾ അതേ രീതിയിൽ ഒരു കണക്കുണ്ടാക്കിയിട്ടാണ് വിഗ്രഹം നിർമ്മിക്കുക. ആ വിഗ്രഹമാണ് പീഠത്തിൽ പ്രതിഷ്ഠിക്കുക. അവിടെയും നമ്മൾ ഒരു പ്രത്യേക കണക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഉപാസിക്കേണ്ട ഈശ്വരന് ഒരു ഭാവവും രൂപവും അളവും തൂക്കവും ഇതെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് സാധിക്കും. കാരണം എന്തോ, ഒരു ഭക്തൻ്റെ ഹൃദയത്തിലല്ലാതെ ഭഗവാൻ ഇവിടെയാണ് വസിക്കുക. അങ്ങനെ ഭക്തനെ കൊണ്ടല്ലാതെ ഭഗവാനെ സൃഷ്ടിക്കാൻ മറ്റാർക്കാണ് സാധിക്കുക? എൻ്റെ ഭഗവാൻ ഇന്ന തരത്തിലാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് എനിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അപ്പം ഇതെല്ലാം തന്നെ വച്ച് പുലർത്തിക്കൊണ്ട് അങ്കുഷ്ടമാത്രതുല്യനായിട്ട് വരാഹമൂർത്തി വന്നതുകൂടി ഒന്ന് കൂട്ടി വായിക്കുക. ധ്യാനനിഷ്ഠനായിട്ടുള്ള യോഗാരൂഢനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ അന്ധകരണത്തിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിക്കുകയാണ്. വരാഹമൂർത്തിയായിട്ട് യജ്ഞസൂകരമായിട്ട് തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ പുറത്തേക്ക് വന്നു എന്ന് അവിടെയും ഈ തള്ളവിരൽ. അപ്പോൾ എല്ലാ തരത്തിലും ചെറുതായിട്ട് നിൽക്കുന്ന ബ്രഹ്മഭാവം, ഈശ്വരഭാവം ധ്യാനത്തിന് ഉതകുന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ നമ്മൾ ധ്യാനിക്കുമ്പോഴും ഇതേ രീതിയിൽ ചെറിയ ഭാവത്തെയാണ് ധ്യാനിക്കുക. ഗുരുവായൂർ ചെല്ലുമ്പോൾ അകത്ത് ശ്രീലകത്ത് കാണുന്നത് ഈ അതിഥീക ശിവന്മാർ പൂജിച്ച വിഗ്രഹമാണ്. അത് ഈ കൗസല്യ ദശരഥന്മാർ പൂജിച്ചതാണെന്ന് പറയും. അത് പിന്നാലെ വസുദേവ ദേവകീ ദമ്പതിമാർ പൂജിച്ചതാണെന്ന് പറയും. കൃഷ്ണപരമാത്മാവ് ശ്രീകൃഷ്ണ പരമാത്മാവ് തിരോധാനം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്വധാമത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സുനാമി വന്നിട്ട് മുങ്ങിപ്പോയ ദ്വാരകയിൽ പൊങ്ങിക്കിടക്കുന്നതാണെന്ന് പറയും. ഗുരുവും വായുവും കൂടി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതെന്ന് പറയും. ചിന്തിച്ചു നോക്കൂ, ആ കൊച്ചു വിഗ്രഹത്തെ ബ്രഹ്മാകാരമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് എത്തിക്കുന്നത് സാധകൻ്റെ മനസ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ ഉപാസകന്മാർ ചെറുതായിട്ട് ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചും അല്ലെങ്കിൽ ധ്യാനമൂർത്തിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചും ആ ചെറിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത് വലുതായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. വാമനാവതാരം പഠിപ്പിക്കുന്നതാണ്. ചെറുതായിട്ടുണ്ടായി, പക്ഷേ ചെറുതല്ല. ബ്രഹ്മത്തിൻ്റെ ആകാരം എന്ന് പറയുമ്പോൾ ബൃഹത്താണ്. ത്രിലോകങ്ങളിലും എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയത്തിലും, അതുപോലെ തന്നെ ത്രികാലങ്ങളിലും, ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലും, അതുപോലെ ത്രിഗുണങ്ങളിലും, അത് രാജസമാകട്ടെ സാത്വികമാകട്ടെ താമസമാകട്ടെ, ഇനി അതുപോലെ തന്നെ പാതാളമാകട്ടെ ഭൂമിയാകട്ടെ ആകാശമാകട്ടെ, ഓം ഭുവസ്വ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗായത്രി ജപിക്കുമ്പോഴും, അതുപോലെ ഈ ഭുവസ്വ എന്ന് പറയുന്ന ത്രിലോകങ്ങളിലും അധിവസിക്കുന്ന ഈശ്വര സ്വരൂപമായിട്ട് മാറി എന്ന് ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. മഹാബലി പ്രതീക്ഷിക്കുന്നില്ല ഒരു ഈശ്വരൻ്റെ അവതാരം. മഹാബലി എന്ന് പറയുന്ന അസുരശ്രേഷ്ഠൻ വിശ്വജിത്ത് യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ കീഴടക്കാനാണ്. തൻ്റെ കീഴിലായിരിക്കണം സകലതും എന്നിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തുനിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് ഈശ്വരാണെന്നുള്ള തോന്നൽ ആദ്യമേ ഇല്ല. അതുകൊണ്ടാണല്ലോ 3 അടി ചെറുതായിട്ട് ചോദിച്ചത് പോരാ, വലുതായിട്ട് ചോദിക്കാൻ പറഞ്ഞത്. ഏതായാലും അത്തരത്തിലുള്ള യാചനയും വരവുമെല്ലാം തന്നെ ചോദിച്ചിട്ട് അതുകൊണ്ട് തൃപ്തി വരാത്ത ഇയാളുടെ മുൻപിൽ ഒരു ബ്രാഹ്മണൻ തന്നെ വന്നു നിൽക്കുകയാണ്. ഒരു വടിരൂപിയായിരിക്കുന്ന ഒരു ശിശു തൻ്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ് എന്ന് തന്നെ ധരിച്ചു. അതിന് ഈശ്വര ഭാവം ആരോപിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മനോഭാവം. അപ്പോൾ എപ്രകാരമാണ് വാസ്തവത്തിൽ ഒരു കൊച്ചുകുട്ടിയിൽ ഈശ്വരനെ കാണാൻ നമുക്ക് സാധിക്കാതെ പോയത്? ആ കൊച്ചുകുട്ടി വളർന്നു വലുതായപ്പോൾ അയാളുടെ മനോഭാവം മാറി. ഈ ബലി എന്ന് പറയുന്ന ചക്രവർത്തിക്ക് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈശ്വരനെ കാണാൻ കഴിഞ്ഞു എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനെ ബ്രഹ്മാകാരം. അപ്പോൾ ഈ ബ്രഹ്മാകാരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ഇനി നമ്മളെ നയിക്കുന്നത്. അടുത്ത കഥ മത്സ്യാവതാരം എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. അവിടെയും ബ്രഹ്മാകാരം എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന സർവ്വവ്യാപിയായിരിക്കുന്ന എല്ലായിടത്തും കൂടി കൊള്ളുന്ന ഈശ്വരൻ്റെ ഭാവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കഥാഗോളങ്ങളാണ് ഇട്ടുതരുന്നത്. ഏതായാലും 2 കാലുകൾ കൊണ്ട് ത്രിലോകങ്ങളും ഇങ്ങനെ
അളന്നു കഴിഞ്ഞു. ബൃഹത്തായിരിക്കുന്ന ഈ ആകാരം കണ്ട് വാസ്തവത്തിൽ അന്ധാളിച്ചു പോയി ഈ ശുദ്ധനായിരിക്കുന്ന അസുരനാണെങ്കിലും ഭക്തനായിരിക്കുന്ന അസുരനാണെങ്കിലും ആ മഹാബലി എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ ഇത്തരത്തിലുള്ള ഭാവം കണ്ടപ്പോൾ അതിശയിച്ചു പോയി. 2 പാദങ്ങളെ കൊണ്ട് 2 അടികളെ കൊണ്ട് ത്രിലോകങ്ങളും അങ്ങനെ അളന്നു കഴിഞ്ഞ് അദ്ദേഹം വാസ്തവത്തിൽ 3ാമത്തെ ആ പാദം എവിടെ വയ്ക്കും എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 3ാമത്തെ പാദം ഇവിടെ കടുത്ത ഒരു വേദാന്ത ചിന്തയ്ക്ക്, ഒരു ആധ്യാത്മിക ചിന്തയ്ക്ക്, ഒരു സാധനാസമ്പന്നമായിരിക്കുന്നൊരു ചിന്തയ്ക്ക് നിങ്ങൾ തുനിയണം. നമ്മളെല്ലാവരും തന്നെ ഈ 3ാമത്തെ അടി എന്ന് പറയുന്നത് ത്രിപുടി എന്ന് പറയുന്നൊരവസ്ഥ മുടിയാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ്. ത്രിപുടി എന്ന് പറയുന്ന അവസ്ഥ മുടിയാൻ വേണ്ടിയിട്ടാണ്. ത്രിപുടി എന്ന് പറയുമ്പോൾ ത്രയംബക ഭാവമാണ്, ശിവൻ്റേതും ശിവയുടെയും. അപ്പോൾ ശിവൻ, ശിവ എന്ന് പറയുന്ന പ്രകൃതി പുരുഷന്മാര് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ത്രിപുടി ഭാവത്തിലാണ്. ത്രിപുടി എന്ന് പറഞ്ഞാൽ 3ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ 3ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് തോന്നുന്നതും ഈ പ്രപഞ്ചത്തിൽ ഓരോരോ കാര്യങ്ങൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരാദി കാര്യങ്ങളും നടക്കുന്നതും അതെല്ലാം തന്നെ ത്രിപുടി എന്ന് പറയുന്ന ഭേദം ഉള്ളത് കൊണ്ടാണ്. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് നിൽക്കുന്ന ത്രിപുടി ഭാവം കൊണ്ടാണ്. ഇന്നലെയും ഇന്നും നാളെയും ഉണ്ടാകുന്നത് ഈ ത്രിപുടി ഭാവം കൊണ്ടാണ്. അങ്ങനെ ത്രയംബക ഭാവമാണ് വാസ്തവത്തിൽ നമ്മളെ ഈ ലോകത്ത് ജീവിക്കാൻ ഇത്തരത്തിൽ ഭ്രമിപ്പിക്കുന്നതും എല്ലാം മാനസികമായിട്ടുള്ള അവസ്ഥയെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അത് മുടിയ എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ ത്രയംബകം വില്ലൊടിച്ച പോലെയാണ്. എല്ലാം തന്നെ കൂട്ടിക്കുഴയ്ക്കുന്ന നല്ലപോലെ നിങ്ങൾ ദൃഢമായിട്ട് ഉറപ്പിക്കുക. ഭാഗവതം എന്ന് പറഞ്ഞാൽ കേട്ടാൽ കേൾക്കും തോറും ഉറപ്പിച്ച് അവസാന ഭാവമാകുമ്പോഴേക്കും നിങ്ങൾ മൗനികളായിട്ട് മാറണം, മിണ്ടാതെ ഇരിക്കണം. അപ്പോൾ എൻ്റെ ആഗ്രഹത കുറച്ച് കഴിയുമ്പോൾ മിണ്ടാതിരിക്കണം. എന്ത് ചോദിച്ചാലും വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തോന്നുന്നു ഇയാൾക്ക് എന്താ ഭ്രാന്ത, അല്ലെങ്കിൽ ഇയാൾ ഈ ജഡഭരതൻ്റെ കൂട്ട്, മിണ്ടാ പ്രാണിയുടെ കൂട്ട്, അല്ലെങ്കിൽ ഒരു ഇഡിയറ്റ്, ഒരു വിഡ്ഢിയുടെ കൂട്ടായി പോയോ എന്ന് ചോദിച്ചാൽ ആ വിഡ്ഢിത്തം അഥവാ അത്തരത്തിലുള്ള മിണ്ടാത്തൊരവസ്ഥ, മൗനം ദീക്ഷിക്കുന്ന ആ ഭാവം, അതാണ് വാസ്തവത്തിൽ സത്യത്തിൽ ദക്ഷിണാമൂർത്തി പഠിപ്പിച്ചതും രമണ മഹർഷി പഠിപ്പിച്ചതുമല്ല. അപ്പം ഇത്തരത്തിൽ നമ്മൾ ആകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം മുഴുവൻ. നമ്മൾ എന്ത് ചെയ്യണം? ത്രിപുടി എന്ന് പറയുന്നൊരവസ്ഥ മുടിക്കണം. ഇനി നിങ്ങൾ വായിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അഷ്ടമസ്കന്ധമാണ് ഇപ്പോൾ തീരാൻ പോകുന്നത്. നവമസ്കന്ധവും ദശമസ്കന്ധവും അതെല്ലാം തന്നെ കഴിഞ്ഞ് ഏകാദശ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ ഹംസത്തിൻ്റെ അവതാരം വായിക്കും. ഈ വാമനാവതാരത്തെ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ഈ അവതാരങ്ങളെയെല്ലാം തന്നെ നിരാകരിച്ചുകൊണ്ട് ഒടുവിൽ നമ്മൾ ഹംസാവതാരത്തെ കാണുന്നുണ്ട്. ഹംസാവതാരം എന്ന് പറഞ്ഞാൽ രൂപമറ്റ ഒരവതാരമാണ്, രൂപം ഇല്ലാത്ത ഒരവതാരമാണ്. പ്രത്യേകിച്ചും ആത്മാവിൻ്റേതായിട്ടുള്ളൊരവതാരമാണ്, ആത്മാവിൻ്റെ ഒരു ആവിഷ്കരണമാണ്. ആത്മാവെന്ന് പറയുമ്പോൾ രൂപമില്ലാത്തതാണ്. ജനിക്കാത്തതും മരിക്കാത്തതുമായിട്ടുള്ള ആത്മാവിന് പ്രത്യേക രൂപം കൽപ്പിക്കാൻ പറ്റുമോ? പക്ഷേ ഹംസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് മാനസകരസിലെ അന്നങ്ങളിലൊന്നാണ്. അപ്പോൾ ഒരു പ്രത്യേക പക്ഷിയായിട്ട് മാറി, അപ്പോൾ ഒരു ജീവിയായിട്ടത് പരിണമിച്ചു. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരധപ്പതനത്തിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും ഹംസം എന്നുള്ള പ്രയോഗത്തിലൂടെ ആത്മാ എന്ന് പറയുന്ന ഭാവമല്ലാതെ ഒരു ജീവിയുടെ ഭാവം നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. അതെല്ലാം തന്നെ പറയുന്നത് അവതാരങ്ങളെ പ്രകീർത്തിക്കുന്ന ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ ജയവിജയന്മാരുടെ ആദ്യത്തെ ജന്മമായിരിക്കുന്ന ഹിരണ്യാക്ഷനെയും പിന്നാലെ സപ്തമസ്കന്ധത്തിൽ ഹിരണ്യകശിപുവിനെയും നിഗ്രഹിക്കാൻ 2 അവതാര വേഷങ്ങൾ കെട്ടിയ ഭഗവാൻ അഷ്ടമസ്കന്ധത്തിലേക്ക് വന്നപ്പോൾ കൂർമാവതാരവും പിന്നെ ഇപ്പോൾ പറയുന്ന വാമനാവതാരവും പിന്നാലെ വരാനിരിക്കുന്ന മത്സ്യാവതാരവും അത് കഴിഞ്ഞ് നവമസ്കന്ധത്തിലെ 2 രാമാവതാരങ്ങളും പരശുരാമനും ശ്രീരാമനും, അത് കഴിഞ്ഞിട്ട് ദശമസ്കന്ധത്തിലെ ബലരാമനും കൃഷ്ണനും, ഇങ്ങനെയുള്ള അവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നത് എന്താ? ഹംസ അവതാരം. സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി, സനകാദികൾക്ക് വേണ്ടി, ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി ഹംസമായിട്ട് നാരായണൻ അവതരിച്ചു എന്ന് പറയുമ്പോൾ നാരായണൻ്റെ മറ്റവതാരങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ അതിൻ്റെയെല്ലാം തന്നെ ശോഭ അറ്റുപോയി. ഭാഗവത്തിൻ്റെ പ്രത്യേകത അവതാരങ്ങളെയെല്ലാം തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് അവതാരങ്ങളെ നിരാകരിക്കുക, അവതാരങ്ങളെയെല്ലാം തന്നെ നിഷേധിക്കുക, അവതാരങ്ങളെല്ലാം തന്നെ അസ്തമിച്ചിട്ട് അവതാരമില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ആവോ? ഭൂമാനന്ദ സ്വാമികളുടെ സത്രമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണം, കാരണം അദ്ദേഹം പറയുന്ന മുഴുവതാ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ കല്ലും കട്ടയുമായിട്ട്, രൂപവും ഭാവവുമായിട്ട്, വിഗ്രഹവുമായിട്ട്, പ്രതിമകളുമായിട്ട് അത്തരത്തിൽ നമ്മൾ അവതരിക്കുന്ന ഓരോരോ ഈശ്വര സ്വരൂപങ്ങൾ പ്രാർത്ഥിച്ചും പൂജിച്ചും മുന്നോട്ട് പോയാൽ നമുക്കുണ്ടാകുന്ന കേട് ശ്രീരാമകൃഷ്ണവംശരെ ഒന്ന് പഠിച്ചാൽ മതി. അദ്ദേഹം ഭദ്രകാളിയെ ഉപാസിച്ചു, ശ്യാമാകാളിയെ ഉപാസിച്ചു, ശ്യാമാകാളിയുടെ ദർശനം കിട്ടി. ശ്യാമാകാളിയുടെ ദർശനം കിട്ടുന്നതിന് വേണ്ടി ഭൈരവി ബ്രാഹ്മണിയും തൊത്താപുരി നഗ്നനുമെല്ലാം തന്നെ സഹായിച്ചു. കുറേ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞിട്ടും മുന്നോട്ട് പോകാത്തൊരവസ്ഥ, കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ നിലയ്ക്കിങ്ങനെ നിൽക്കുന്ന, മുന്നോട്ട് പോകുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ എന്തും ധ്യാനിച്ചുകൊണ്ട് യോഗാവസ്ഥയിലേക്ക് ആകാൻ നോക്കുമ്പോൾ ഭദ്രകാളിയുടെ ഭാവം ഇടയ്ക്ക് കയറി നിൽക്കുന്നത് കണ്ട്, അപ്പോൾ തടസ്സമായിട്ട് ഭദ്രകാളി നിൽക്കുന്നു എന്നുള്ള രീതി വന്നപ്പോൾ പറയുന്നുണ്ട് ഈ ഭൈരവി ബ്രാഹ്മണി, വെട്ടുവിൻ കാളിയേ,
കേട്ടിട്ടുണ്ടോ ആവോ? ശ്രീരാമകൃഷ്ണപരമഹംസരുടെ ആ കഥയിൽ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്. നമ്മളും വിഗ്രഹങ്ങളെ വച്ച് പൂജിച്ച് മൂർത്തിഭേദങ്ങളെ ആരാധിച്ച് ഈ മൂർത്തികളെയെല്ലാം തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു പോകുമ്പോൾ മൂർത്തികൾ തടസ്സമായിട്ട് വരും. മൂർത്തി എന്ന് പറയുമ്പോൾ മൂർത്തമായത് സ്ഥൂലമായത് ഈശ്വരഭാവമല്ല, ഈശ്വര ഉപാസനയ്ക്കുള്ള വെറും ഉപാധിയാണ്. അത്തരത്തിലുള്ള ഉപാധികളെല്ലാം തന്നെ തടസ്സമായിട്ട് വരും. അതിനെയെല്ലാം തന്നെ വലിച്ചെറിഞ്ഞ് ദൂരെ കളയണം. അപ്പോൾ എല്ലാ തരത്തിലും ആ അവസ്ഥയാണ് വെട്ടുവിൻ കാളിയേ. ഇത് ഭാഗവതത്തിൻ്റെ പ്രമേയമാണ്. അവൾ ഭാഗവതം പറഞ്ഞ് പഠിപ്പിച്ച് ഹംസാവതാരം വരുമ്പോൾ ഇതിനെ എല്ലാം തന്നെ മാറ്റി നിർത്തിയിട്ട് ആത്മസ്വരൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് വേണ്ടേ അഹം ബ്രഹ്മപരം ധാമ എന്ന് പാടാൻ. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെയും ഈ വാമനമൂർത്തിയുടെ അവതാരം ചിന്തിക്കുമ്പോൾ കൊച്ചുകുട്ടിയായിട്ട് വന്ന് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വലുതായി ത്രിലോകങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു ഭാവത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മാകാരം ഒരിക്കലും അത് വിട്ടുപോകരുത്. നമ്മുടെ ഈശ്വരസങ്കല്പം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല, അത് ബൃഹത്താണ്. അതുകൊണ്ടാണ് ഈ ആത്മാനന്ദ സ്വാമികൾ നമ്മുടെ സ്വാമികൾ പറഞ്ഞതും ഭൂമാനന്ദ സ്വാമികൾ പറഞ്ഞതും എല്ലായിടത്തും ഈശ്വരനെ കാണുക, എല്ലാവരിലും ഈശ്വരനെ കാണുക. കാരണം എന്താ? സർവ്വവ്യാപിയാണ് ബ്രഹ്മം. അതേ രീതിയിലുള്ള ഭാവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ വലിപ്പമെല്ലാം തന്നെ കാണിച്ചു. ഇയാൾ വാസ്തവത്തിൽ ഇങ്ങനെ ചക്രവർത്തി എന്ന് അഭിമാനിക്കുന്ന ബലി, അയാൾ പറഞ്ഞില്ലേ നിസ്സാരമായിട്ടുള്ള യാചന, അതിനേക്കാൾ കയവുമായിട്ടുള്ളൊരു വരം ചോദിക്കൂ എന്ന്. ഇയാൾക്കിപ്പോൾ തരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് വാസ്തവത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്ന രീതിയാണ്. നിനക്ക് സാധിക്കുമോ? ഇനി ഈ മൂന്നാമത്തെ പാദം എവിടെ വയ്ക്കാൻ സാധിക്കും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. തല കുമ്പിട്ട് കൊടുക്കുന്ന മഹാ തേജസ്വിയായിരിക്കുന്ന സാത്വികനായിരിക്കുന്ന എന്ന് പറയാം. ഇപ്പോൾ ആസുരിക ശക്തിയെല്ലാം തന്നെ ചോർന്നുപോയി. തികച്ചും നല്ലൊരുവനായ അതിതേജസ്വിയായിരിക്കുന്ന ഈ ചക്രവർത്തി തലകുമ്പിട്ട് കൊടുക്കുകയാണ്. ഇതുവരേക്ക് വാസ്തവത്തിൽ തലകുമ്പിടാൻ മടിച്ചിരുന്നു, ചക്രവർത്തിയാണെന്നുള്ള ഈഗോ. അപ്പോൾ ഭാഗവത പ്രമേയത്തിൽ മറ്റൊരു ശക്തമായിട്ടുള്ള പ്രമേയമാണ് ഈഗോ എന്ന് പറയുന്ന ഞാനെന്ന ആ ദുരഭിമാനം. അത് വച്ചുകൊണ്ട് നമ്മൾ തല ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കും, ആർക്കും കീഴ്പ്പെടുകയില്ല എന്നുള്ള മട്ട്. ഞാൻ പറഞ്ഞു തന്നെ ശരി എന്ന് പറയുന്ന ദക്ഷന്റെ പ്രവണത. അപ്പോൾ ഇതെല്ലാം തന്നെ മാറ്റിക്കളയലും ഭാഗവത്തിൻ്റെ ലക്ഷ്യമാണ്. അങ്ങനെ തലകുമ്പിടാൻ മടിക്കുന്ന, അത്തരത്തിൽ വിനയാന്യതമായിരിക്കുന്നൊരവസ്ഥയെ പ്രാപിക്കാൻ മടിക്കുന്ന മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയെ കൊണ്ട് തല കുമ്പിടിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് കൂടിയെടുക്കുക. അപ്പോൾ മഹാബലിയുടെ ചരിത്രത്തിൽ ഇനിയും വരികയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഈ കഥാഗോളത്തെ നോക്കുമ്പോൾ വിനയാന്യതമായിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ആവശ്യം. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി. അപ്പോൾ ഈ ത്യാഗം വേണം, അക്കൂട്ടത്തിൽ താഴ്മയും, അതായത് വിനയം, ഹ്യൂമിലിറ്റി. അപ്പോൾ ഏതായാലും ഹംബിളായിരിക്കുന്നൊരവസ്ഥ നമ്മളിൽ വേണമെന്നിങ്ങനെ ഉറപ്പിക്കുന്ന ഈ കഥാഗോളത്തിൽ രണ്ടും കാണാം, ത്യാഗവും താഴ്മയും. അപ്പം അതെല്ലാം തന്നെ ഉത്ഭവിക്കുന്ന ഈ കഥാപാത്രം എന്ത് ചെയ്തു? ഒടുവിൽ മൂന്നാമത്തെ പാദം വയ്ക്കാൻ മറ്റൊരിടമില്ല എന്ന് കണ്ടിട്ട് തൻ്റെ തല കാണിച്ചു കൊടുക്കുകയാണ്. വിഷ്ണുവിൻ്റെ പദം ആരാണെന്ന് മനസ്സിലായപ്പോൾ വിഷ്ണുവിൻ്റെ പദം അല്ലെങ്കിൽ പാദം വയ്ക്കാനായിട്ട് എൻ്റെ ശിരസല്ലാതെ മറ്റ് യാതൊന്നുമില്ല എന്ന് ദീർഘദണ്ഡ നമസ്കാരം നടത്തുന്ന രീതിയാണ്. എൻ്റെ തലയിതാ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ തലയിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ പറയുകയാണ്. മറ്റൊരു വലിയ കാര്യം ഭാഗവതം പഠിപ്പിക്കുന്ന രംഗമാണിത്. ചിന്തിച്ച് ഓർപ്പിക്കേണ്ടതാണ്. നമ്മൾ താഴത്ത് നിന്ന് തലയിലേക്ക് കയറുന്നതാണ് ഭാഗവത്തിൻ്റെ രീതി. താഴത്ത് നിന്ന് തലയിലേക്ക് കയറുക. നാളെ കൃഷ്ണാവതാരം വരുമ്പോൾ പ്രത്യേകിച്ചും പഠിക്കുക, തലയിലുണ്ടാകുന്ന അവതാരമാണ്. തല എന്ന് പറയുമ്പോൾ സമാധിയുടെ ഭാവമാണ്. സമാധി എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ പ്രത്യേക പ്രഭാവമാണ്. അപ്പോൾ ഈ ധീ എന്ന് പറയുന്ന ബുദ്ധിയുടെ പ്രത്യേക പ്രഭാവത്തിൽ സമാധി അടയുന്നൊരു വ്യക്തിക്ക് മാത്രം ദൃശ്യമാകുന്ന കൃഷ്ണന്റെ ഭാവം അത് സാധിച്ചെടുക്കുന്ന താഴത്ത് നിന്ന് തലയിലേക്ക് കടന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ഭാഗവത വേദിയിൽ മാത്രം സപ്താഹം എന്ന് പറയുന്ന രീതിയിലായാലും അല്ലെങ്കിലും 7 തലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശുഭേച്ഛ മുതൽ 7 കൂട്ടം കാര്യങ്ങൾ പലവട്ടം പ്രസംഗിക്കുമ്പോൾ ഞാൻ അതിൽ തന്നെ കൊണ്ടുവന്ന് നിർത്താറുണ്ട്. കാരണം ഈ ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥ അഭാവിനി, തുരീയ എന്ന് പറയുന്ന 7 തട്ട് തരണം ചെയ്യൽ തന്നെയാണ് ഭാഗവതം. അതിനു വേണ്ടിയിട്ടാണ് 7 മൊട്ട് ഉള്ള മുള ഗോകർണന്റെ സപ്താഹവേദിയിൽ കണ്ടതും ആ 7 മൊട്ടുള്ള മുളയുടെ ഏറ്റവും ചുവട്ടിലെ ദ്വാരത്തിൽ കയറി ദുന്തുകാരി ഇരുന്നതും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അജ്ഞാനത്തിനുമുണ്ട് ഇത്തരത്തിലുള്ള 7 സോപാനം. അജ്ഞാനം, ആവരണം, വിക്ഷേപം, അത് കഴിഞ്ഞാൽ പരോക്ഷമായിരിക്കുന്ന അനുഭൂതി, പിന്നെ അപരോക്ഷമായിരിക്കുന്ന അനുഭൂതി, ഉള്ള സങ്കടങ്ങൾക്കെല്ലാം തന്നെ നിവൃത്തി കിട്ടുന്ന 6ാമത്തേത്, അവസാന അതിഹർഷം എന്ന് പറയുന്ന തുരീയ ഭാവം. അപ്പോൾ അവിടെയും 7. അപ്പോൾ 7 എന്ന് പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പ്രിയവ്രതൻ്റെ 7 സമുദ്രങ്ങൾ ഉണ്ടാക്കലും 7 ദ്വീപുകളെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്ത് നിതാന്തമായിട്ടുള്ള പ്രകാശത്തിൽ കടന്നുകൂടുന്നതും 7ന്റെ പ്രസക്തിയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ടതും ഇതുതന്നെ. ശ്രീകൃഷ്ണ പരമാത്മാവ് ഗോവർദ്ധനോദ്ധാരണ ലീല 7 ദിവസം കൊണ്ട് നടത്തിയതും ഇത് തന്നെ. മറന്നു പോകരുത് 7. അപ്പോൾ 7 ദിവസം കൊണ്ട് എന്താണ് നേട്ടം എന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രമെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന നാരദ മഹർഷി ധ്രുവനോട് പറയുന്നുണ്ട് 7 അഹോരാത്രം ഈ ദ്വാദശാക്ഷരീ വിദ്യ എന്ന് പറയുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം അത് കൈകാര്യം ചെയ്താൽ വിദ്യയിലൂടെ നിനക്ക്
ഖേജരി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്താമെന്ന്. എന്താ പ്രയോഗം? ഖേജരി. അപ്പോൾ ഖേജരി എന്ന് പറയുമ്പോൾ ഖം എന്ന് പറയുന്ന ആകാശതലത്തിലേക്കുള്ള പ്രവേശനമാണ്. അതായത് ഊർധ്വഗതി നേടിയിട്ട് ആകാശം എന്ന് പറയുന്ന അനന്തതയിലേക്ക് കടന്നുകൂടുന്ന ആ ഭാവമാണ് ഖേജരി. ഖം ചര. അപ്പൊ ഈ ഖം എന്ന് പറയുന്ന ആകാശത്തിൽ ചരിക്കാനുള്ളൊരവസ്ഥയുണ്ടാക്കി തരികയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ത്രം വാസ്തവത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് നാരദർക്ക് ഈ മന്ത്രം വേറൊരു രീതിയിൽ കിട്ടിയത് ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന സന്യാസി വര്യന്മാരിൽ നിന്ന്. ആദ്യത്തെ ജന്മത്തിൽ ഒന്നും വാസ്തവത്തിൽ കൂടുതൽ കിട്ടിയില്ല എങ്കിൽ കൂടി രണ്ടാമത്തെ ജന്മത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സാധു ദ്വിജനായി തീർന്ന, അല്ലെങ്കിൽ സാധു സന്യാസിയായി തീർന്ന ഇദ്ദേഹം പ്രളയകാലത്ത് പ്രളയത്തിൽ ജനിച്ച് ആ പ്രളയത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് വീണ്ടും സൃഷ്ടി വന്നപ്പോൾ നാരദർഷിയായിട്ട് ജനിച്ചു എന്ന കഥ അദ്ദേഹമാണ് പറഞ്ഞു കൊടുക്കുന്ന വാസ്തവത്തിൽ യോഗ്യനായിട്ടുള്ളൊരു ഗുരു. എല്ലാ തരത്തിലൊരു അതോറിറ്റി ആയിരിക്കുന്ന ഒരു ഗുരുവരൻ പറഞ്ഞു കൊടുക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ. അതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ധ്യാനമെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. 7 അഹോരാത്രം ഇത് വേണ്ട രീതിയിൽ നിങ്ങൾ അനുഷ്ഠിച്ചാൽ, അല്ലെങ്കിൽ ആ വിദ്യയെല്ലാം തന്നെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഖേജരി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്താം. ഖേജരി എന്ന് പറയുന്ന ഒരു മുദ്രയാണ്. മുദ്ര എന്ന് പറയുന്ന പഞ്ചമകാരങ്ങളിൽ ഒന്നുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന 7 ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയാൽ താഴത്ത് നിന്ന് തലയിലേക്ക് കടക്കലാണ് എല്ലാം. അപ്പൊ ഇവിടെയും വാസ്തവ തല വച്ചു കൊടുക്കുന്നു ഈശ്വരന്. ആ തലയെപ്പറ്റി ഒന്നുകൂടി നിങ്ങൾ ഗഹനമായിട്ട് ചിന്തിക്കണം. മഹാബലിയുടെ തല എന്ന് പറയുമ്പോൾ അത് ദ്വാരക, നമ്മുടേതും അതെ. അപ്പോൾ നമ്മുടെ തലയായാലും ആരുടെ തലയായാലും അത് ദ്വാരകയിൽ ആരിയിരിക്കണം? നിസ്സംശയം നമുക്ക് പറയാം ദ്വാരകയിലിരിക്കേണ്ട കൃഷ്ണനാണ്, ദ്വാരകയിലിരിക്കേണ്ട പരമാത്മസ്വരൂപനാണ്. തലയിൽ നമ്മൾ കാണുന്ന സഹസ്രാര പത്മത്തിൽ അതിൻ്റെ നടുവിലുള്ള കർണികയിൽ ഇരിക്കേണ്ടത് പരമേശ്വരനാണ്, സാക്ഷാൽ ശങ്കരനാണ്. അപ്പോൾ ശങ്കരൻ്റെ ഇരിപ്പിടം, അല്ലെങ്കിൽ ഈ ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ ആരായാലും അത്തരത്തിലുള്ള ഇരിപ്പിടമാണ് ഈ തല എന്ന് വന്നു. ദേവി ഭാഗവതക്കാർ പറയും മണിദ്വീപ് എന്ന് പറയും, ചിന്താമണി ഗ്രഹം എന്ന് പറയും. വളരെ അർത്ഥവത്താണ് ചിന്താമണി ഗ്രഹം. ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടി ചിന്തയാകുന്ന മണിമന്ദിരത്തിൽ ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ള വിദ്യ തലയിൽ കയറി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുകയാണ്. ചിന്താമണി ഗ്രഹം തലയിലാണമ്മ. ലളിതാ പരമേശ്വരിയും കഴിഞ്ഞുകൂടുന്നവിടെ, ശിവപെരുമാളും കഴിഞ്ഞുകൂടുന്നവിടെ, വൈകുണ്ഠം എന്ന് പറഞ്ഞാലും അത് തന്നെ. അപ്പോൾ കൈലാസമായാലും വൈകുണ്ഠമായാലും ഗോലോകമായാലും, അല്ലെങ്കിൽ ഈ പറയുന്ന മണിദ്വീപ് എന്ന് പറയുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന സങ്കേതമായാലും എല്ലാം തല എന്നുറപ്പിക്കാം. തലയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം. ആ തല വെച്ചു കൊടുത്തു ഈശ്വരനല്ലാതെ മറ്റാർക്ക് വെച്ചു കൊടുക്കും? അപ്പോൾ ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്ന ആത്മസമർപ്പണമാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനേക്കാൾ തല ഉത്തമാംഗം എന്ന് പറയുന്ന ഏതൊരു തലയിലാണോ ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകേണ്ടത്, അതിനു വേണ്ടിയിട്ട് സാക്ഷാൽ ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ തൃച്ചേവടികളിൽ തല അർപ്പിച്ചപ്പോൾ ശരീരം കൊണ്ടുള്ള സാധനയും സമ്പൂർണ്ണമായി എന്ന്. സാധന പലപ്പോഴും ശരീരം കൊണ്ടാണ്. ശരീരം വേണം. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. അപ്പോൾ ഈ ധർമ്മസാധനമായിരിക്കുന്ന പ്രവൃത്തികളും കർമ്മവും ഉപാസനയും എല്ലാം തന്നെ നടത്താൻ അനുയോജ്യമായിരിക്കുന്ന ശരീരം, ആ ശരീരത്തെ നമ്മൾ സാധനമായിട്ട് കാണുന്നത് സാധനയ്ക്കാണ്. അപ്പോൾ സാധനാസമ്പന്നമായിരിക്കുന്ന ഒരു ശരീരം എന്തു വേണം? അതിൽ മുഴുവൻ ഈശ്വരൻ തന്നെ കലർന്നിരിക്കണം. അപ്പോൾ മനസ്സുകൊണ്ട് ഈശ്വരനെ സേവിക്കണം, ധനം കൊണ്ട് ഈശ്വരനെ സേവിക്കണം, അതുപോലെ തനുവിനെ കൊണ്ട് ഈശ്വരനെ സേവിക്കണം. തനു എന്ന് പറയുമ്പോൾ ശരീരം. അപ്പോൾ എല്ലാ തരത്തിലും ത്രികരണങ്ങളെ കൊണ്ടും നമ്മൾ ഈശ്വരനെ സേവിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം സാധിക്കും. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് വാമനാവതാരം. വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോയ ദേവലോകം അത് വീണ്ടെടുത്ത് ദേവേന്ദ്രന് കൊടുക്കുന്നു എന്ന ശുഷ്കമായിട്ടുള്ള കഥയുടെ ആ തലത്തിലേക്ക് മാത്രം കടന്നാൽ പോരാ. അതിനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിച്ചു കൊടുത്തു എന്ന് ഇത് ഉറപ്പിക്കണം. അപ്പോൾ ഈ മഹാബലി സാധിച്ചത് ഈശ്വര സാക്ഷാത്കാരമാണ്. എവിടെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ത്രിപുടി മുടിയുമ്പോഴാണ്, ത്രിലോകങ്ങളെ അതിക്രമിക്കുമ്പോഴാണ്, ഭഗവാന്റെ പാദങ്ങളെല്ലാം തന്നെ ശിരസിൽ സമർപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ശിരസ് പാദകമലങ്ങളിൽ അർപ്പിക്കുമ്പോഴാണ്. അത്തരത്തിൽ ഭഗവാന്റെ പാദത്തിൻ്റെ സ്പർശം തലയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുമ്പോഴാണ്. അതെല്ലാം തന്നെ സാധിക്കുന്നതിൻ്റെ കഥാഗോളമാണ് നമ്മൾ വായിക്കുന്ന ആത്മസമർപ്പണം നടത്തിയ മഹാബലിയുടെ കഥ. ഒന്നുകൂടി ഭാഗവത്തിലേക്ക് കടന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നാഗപാശത്തെ കൊണ്ട് കെട്ടുന്നുണ്ട്, പൂട്ടുന്നുണ്ട്. നമുക്ക് തോന്നും ഈ നിരപരാധിയായിട്ടുള്ള യാതൊരു കുറ്റവും ചെയ്യാത്ത ഈ മഹാബലിയെ എന്തിനപ്പായി ക്രൂരമായിട്ടെല്ലാം തന്നെ ഭഗവാൻ തൻ്റേതായിട്ടുള്ള ഈ നാഗപാശം കൊണ്ടൊക്കെ കെട്ടി ബന്ധിച്ച് ഇയാളെ ബന്ധനസ്ഥനാക്കുന്നത് എന്തിനാണപ്പോൾ? അപ്പോൾ ഇതെല്ലാം തന്നെ ആശ്രിയ പ്രവണത നിശേഷം ഇല്ലാതെയാകാൻ വേണ്ടിയിട്ടാണ്. ബന്ധനം എന്നെല്ലാം തന്നെ പറയുന്നത് മാനസികമായിട്ടുള്ളൊരവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ ആശ്രിയ പ്രവണതകൾ വിട്ടുപോകാൻ മടി കാണിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കാൻ കിടക്കുമ്പോഴും ജ്ഞാനം എൻ്റേതും എന്ന് പറയുന്ന ഭാവവും ഈഗോ എന്ന് പറയുന്ന ദുരഭിമാനവും കോംപ്ലക്സും ഇതെല്ലാം തന്നെ വിട്ടുപോകാൻ മടി കാണിക്കും. സ്വാഭാവികമാണ്. അത് ശരീരത്തിൻ്റെ ഒരു സ്വഭാവമാണ്.
അപ്പോൾ അത്തരത്തിലുള്ള ശരീരത്തെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്ത പ്രവൃത്തി എന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ടോ ഭഗവാൻ ചെയ്ത ഒടുവിലത്തെ പ്രവൃത്തി എന്താ? അലയോ മഹാബലേ, നിന്റെ കാവൽക്കാരനായിട്ട് ഞാൻ ഇരുന്നു കൊള്ളാമെന്ന് ആരെങ്കിലും പറയുമോ? ഞാനാണ് നിന്റെ കാവൽക്കാരൻ. നിന്റെ രക്ഷ അതെല്ലാം തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഗതാപാണിയായിട്ട് കാവൽക്കാരനായിട്ട് ഞാൻ നിൽക്കാൻ പോണ ഏത് കാലം വരെ? നീ അടുത്ത ഇന്ദ്രൻ ആകുന്നവരേക്ക്. അപ്പോൾ 2-3 ഉറപ്പുകളാണ്, ഗ്യാരണ്ടികളാണ് ഭഗവാൻ കൊടുക്കുന്നത്. നീയാണ് അടുത്ത ഇന്ദ്രൻ. ഇപ്പോൾ തൽക്കാലം ഈ ഇന്ദ്രൻ ഭരിക്കട്ടെ, അയാളുടെ കാലം കഴിഞ്ഞിട്ടില്ല. അയാളിൽ നിന്ന് നീ വീണ്ടെടുത്ത അല്ലെങ്കിൽ നീ വെട്ടിപ്പിടിച്ചതെല്ലാം തന്നെ അയാൾക്ക് കൊടുക്കാം. അടുത്ത ഇന്ദ്രനായിട്ട് നീ തന്നെയായിരിക്കും. നീ വാസ്തവത്തിൽ നരകത്തിലേക്കൊന്നും പോകണ്ട, നിനക്ക് ഗതി കിട്ടിക്കഴിഞ്ഞു, നീ ശ്രേഷ്ഠമായിരിക്കുന്നൊരു പദവിക്ക് അർഹനാണതുകൊണ്ട് നീ സുതലത്തിലേക്ക് പോകാൻ പറയുന്നത് ഭാഗവത്തിന്റെ പ്രത്യേകതയാണ്. സുതലം പലപ്പോഴും ഇതെല്ലാം തന്നെ വിട്ടുപോയിട്ട് പാതാളം പാതാളം പാതാളം. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള നമ്മളും പറയും ശരിയാ, പാതാളം പാതാളം പാതാളം. നമ്മൾ ഹിന്ദുക്കളുടെ ഗതികേടെന്ന് പറഞ്ഞാൽ നമ്മളെ പഠിക്കാതെ നമ്മുടെ കാര്യങ്ങൾ പറയാൻ വാസ്തവത്തിൽ മടി കാണിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നശിക്കാനിടയാകുന്നത്. എന്തൊക്കെ കാട്ടിയാലും അതുകൊണ്ടാണ് സ്വാമികൾ പറഞ്ഞപ്പോഴും 12,000 സത്താകം നടക്കുന്നു. എന്താ കാര്യം? ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ലാതെ പോകാൻ കാരണം എന്താ? നമ്മൾ കുട്ടികളെല്ലാവരും തന്നെ വേദിയിലേക്ക് വന്ന് പഠിക്കുന്നൊരു സമ്പ്രദായമാകുന്നില്ല. ഏതായാലും ഇവിടെ വളരെ അത്ഭുതകരമായിട്ട് തോന്നി. നല്ല ഒരു പ്രത്യേക യൂണിഫോം എല്ലാം തന്നെ ധരിച്ച് കുട്ടികളുടെ ശ്രദ്ധാലുക്കളായിട്ട് സേവനത്തിനാണെങ്കിലും ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടു. എപ്പോഴും സനകാദികളെപ്പോലെ പ്രായം കുറഞ്ഞ കുട്ടികൾ ബ്രഹ്മസ്വരൂപികളാണെന്നുള്ള ബോധത്തോടുകൂടി ഈ ആധ്യാത്മിക ചിന്ത വച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് രക്ഷയുള്ളൂ. 7-8 എന്ന് പറയുന്ന പ്രായം വരുമ്പോൾ ഉപനയനം നടത്തണം എന്ന് പറയുന്ന ബ്രാഹ്മണ ചിന്താഗതി, ഷോഡശ കർമ്മങ്ങളിലെല്ലാം തന്നെ ഉപനയനം നടത്തുക എന്ന് പറയുന്ന ചിന്താഗതി തന്നെ ബ്രഹ്മോപദേശമാണ്. ബ്രഹ്മോപദേശം എന്ന് പറയുന്ന ഗായത്രിയുടെ ഉപദേശമാണ്. ഗായത്രിയുടെ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ ബ്രഹ്മത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. പിന്നാലെ ദ്വിജത്വം സമ്പാദിച്ചുകൊണ്ട് സമാവർത്തനാദികളിലൂടെ നമ്മൾ പതുക്കെ ഈശ്വരാന്വേഷിയായിട്ട് ഈശ്വരൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം? ഞാൻ വരുന്ന പറവൂരിന്നാണ്. പറവൂരെന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഗുരുവായൂർ ഭാഗത്ത് മാത്രമല്ല, അവിടെയും തോമസ് ലീഹ വന്നു എന്നാണ് കഥ. തോമസ് ലീഹ വന്നു, ആര് വന്നൊന്നും അറിയില്ല. പാവപ്പെട്ട കുട്ടികൾ ഇങ്ങനെ തർപ്പണം ചെയ്ത് കൊണ്ട് വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ടു. ഒന്തത്സവിതർ വരണ്യം ഭർഗവദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ചൊല്ലിക്കൊടുത്തതല്ലാതെ വല്ലതും പറയാൻ ഈ കൂട്ടർക്കറിയാം. കൊച്ചുകുട്ടികളാ, തെക്കും വടക്ക് വെട്ടും പൊട്ടും ഇല്ലാത്ത കുട്ടികൾ. അവർ കുളത്തിലിറങ്ങിക്കൊണ്ട് ഗായത്രി വെച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇയാൾ ഈ കുശൃതി കാണിക്കാമോ? കുട്ടികളോട് ചോദിക്കുകയാണ് ഈ വെള്ളം പൊക്കി മോളി നിർത്താവോ എന്ന്. അപ്പോൾ 6-7 വയസ്സ് 7-8 പ്രായം, ആ പ്രായത്തിലുള്ള കുട്ടികൾ ഗായത്രി ജപിക്കുന്നത് കണ്ടിട്ട് അവരോടൊരു കുശൃതി ചോദ്യവും ചോദിച്ചുകൊണ്ട് വെള്ളത്തെ മുകളിൽ നിർത്താമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് സാധിക്കാതെ വരുമ്പോൾ അച്ഛനമ്മമാർ ഓടിക്കൊണ്ടുവന്ന് അവരും വാസ്തവത്തിൽ അയ്യോ ഞങ്ങളും തോറ്റു, ഞങ്ങൾക്കും അറിയില്ല വെള്ളത്തെ പൊക്കി മുകളിൽ നിർത്താൻ. കാരണം എന്താ? അവരും നിത്യം ജപിക്കും ഓം ഭൂർഭുവസ്വരണ്യം മൃഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. കഴിയുമെങ്കിൽ 10 പ്രാവശ്യം ജപിക്കും, 11ാമത്തെ പ്രാവശ്യം ജപിക്കില്ല. അന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ സഹസ്രാവർത്തി 3 നേരം വേണമെന്നുള്ള ചിന്ത വിട്ടുപോയി. അന്ന് വാസ്തവത്തിൽ പാട്ടം വിളമ്പാനായിട്ട് താഴെക്കടയിലുള്ള ജനങ്ങളുണ്ട്. പാട്ടം വന്ന ഭൂമി, അത്തരത്തിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആദായമെല്ലാം തന്നെ ഉപഭോഗിച്ചുകൊണ്ട് യാതൊന്നും പ്രയത്നിക്കാതെ അങ്ങനെ കാലം കഴിച്ചു കൂട്ടിയ നമ്മളുടേതായിട്ടുള്ള ഈ പൂജ ഇത്യാദി കാര്യങ്ങൾ നടത്തി എന്നവർ ഗ്രന്ഥം കരത്തിൽ വെച്ചുകൊണ്ടിരുന്നു. ഗ്രന്ഥത്തിൽ അർത്ഥം ഗ്രഹിച്ചില്ല. അതുകൊണ്ട് വിദേശത്തുനിന്ന് വന്ന കൂട്ടര് വെള്ളമെല്ലാം തന്നെ പൊക്കി കാണിച്ചപ്പോൾ അന്താളിച്ചു പോയി. അച്ഛനും അമ്മയും പോണ കണ്ടപ്പോൾ കുട്ടികളും പോയി. മനസ്സിലായോ? ഇവിടെ നടന്നത് ത്യാഗമനോഭാവമാണ്. എന്തൊരു ത്യാഗമപ്പ! അപ്പോൾ പറവൂരത്തെ പള്ളി ഞാൻ എപ്പോഴും ഇങ്ങനെ അതിൽ കൂടി പോകുമ്പോൾ അതിൽ കൂടി വേണം ഇങ്ങോട്ടൊക്കെ വരാൻ. അപ്പോൾ അവിടെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോകും. അവിടെ ആ ബ്രാഹ്മണ കുട്ടികളുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ കരയുക. എന്താ അവർ കരയണം? അവർ വസ്തുതാബദ്ധം പറ്റിപ്പോയി. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ കുറേ കൂടിയൊക്കെ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു, സത്രവും സൂത്രമൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ തരത്തിലും പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് വന്ന അവസരമില്ലാത്ത കാലഘട്ടത്തിൽ അടങ്ങി ഒതുങ്ങി ഇല്ലത്ത് കഴിഞ്ഞു കൂടുന്ന ഈ കൂട്ടര് എന്തൊക്കെയോ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ഭട്ടേരി പാടും. അതുകൊണ്ടാണ് പാടിയത് ഓം ഹ്രീ യോഗിനി യോഗിനി എന്ന്. വാസ്തവത്തിൽ 54 ലക്ഷം ജപിച്ചു, ഒരു ചുക്കും കിട്ടിയില്ല എന്ന്. എൻ്റെ ആദ്യത്തെ ബിഷപ്പാണ്. എൻ്റെ യുക്തിവാദ പ്രസ്ഥാനം കൊണ്ടാടുന്നപ്പോൾ ഞാൻ ആദ്യം ബിഷപ്പായിട്ട് ആരാധിച്ചിരുന്ന വീട്ടി ഭട്ടേരിപ്പാടിനാണ്. കാരണം മന്ത്രം എന്ന് പറയുന്ന ഒരു അർത്ഥമില്ലാത്ത സാധനം വൃത്തികെട്ടത്, മനുഷ്യനെ പറ്റിക്കാനുള്ളത്. ഓം ഹ്രീ യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി എന്നുള്ളതൊക്കെ ജപിച്ചിട്ട് യാതൊരു ഗുണം കിട്ടിയില്ല എന്ന് ഒരു നമ്പൂതിരി ശേഷം ഭട്ടേരിപ്പാട് എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഏറ്റവും അർത്ഥം എന്നെല്ലാം കരുതി അതിൻ്റെ പിന്നാലെ പോയവനാണ് ഞാനും. അപ്പോൾ എല്ലാ തരത്തിലും വാസ്തവത്തിൽ എന്തുകൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവൃത്തി ദോഷം എന്ന് പറയാം. ആചാരമില്ല, അനുഷ്ഠാനമില്ല, അനുഷ്ഠാനത്തിന് കട്ടിയില്ല, ശക്തിയില്ല. നമ്മളെല്ലാം തന്നെ ഗായത്രി ജപിച്ചുകൊണ്ട് സിദ്ധന്മാരാകുന്നില്ല. ഗായത്രി അനുഷ്ഠാനം കൊണ്ട് നമുക്ക് ശ്രേഷ്ഠതയുണ്ടാകണം, മനസ്സിന് പരിവർത്തനം വന്നം. അതുകൂടാതെ അണിമാതി അഷ്ടൈശ്വര്യങ്ങളെല്ലാം തന്നെ സിദ്ധമാകണം. വായിക്കാനിരിക്കുന്ന സെമന്തകത്തിൻ്റെ കഥ വായിക്കുമ്പോൾ ഉറപ്പിക്കുക. സെമന്തകം എന്ന് പറയുന്ന കഥ സൂചിപ്പിക്കുന്നത് സൂര്യനെ ഉപാസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഗായത്രി ഉപാസന.
തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. സൂര്യനെ ഉപാസിച്ചത് കൊണ്ട് കുന്തിദേവിക്ക് ആരെ കിട്ടി? കർണനെ കിട്ടി. വേണ്ടാത്ത അർത്ഥം കൊടുക്കും ഇന്നത്തെ ആൾക്കാർ. കുന്തിദേവി എന്തിനാണ് അപ്പോൾ ഈ ആദ്യം തന്നെ വാസ്തവത്തിൽ ഈ പറയുന്ന ബാല്യാവസ്ഥയിൽ വിവാഹപ്രായമാകുന്നതിന് മുമ്പേ തന്നെ എന്തിനാ സൂര്യനെ ആവാഹിച്ചത്? അവിടെ ചിന്തിക്കണം, സൂര്യനെ അല്ലാതെ മറ്റാരെയും ആവാഹിക്കാൻ ഹിന്ദു പഠിക്കുന്നില്ല. ആദ്യം ആവാഹിക്കേണ്ട സൂര്യനെ തന്നെയാണ്. സൂര്യനെ തന്നെ ഉപാസിക്കണം, സൂര്യമന്ത്രത്തെ ഉപാസിക്കണം, ഗായത്രി മന്ത്രത്തെ ഉപാസിക്കണം. അങ്ങനെ സൂര്യനെ ഉപാസിച്ചുകൊണ്ട് തേജസ്വിയാണ്. കർണൻ ജനിച്ചു എന്ന് പറഞ്ഞ് തേജസ്വിയായി എന്നാണ്. പെട്ടിയിൽ ആക്കി ഒഴുക്കി എന്നെല്ലാം കഥ. ഈ കഥകളുടെ പിന്നാലെ നമ്മൾ നടക്കുക. അപ്പം ഇതെല്ലാം തന്നെ കർണൻ. എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു കടാമംഗലം സദാനന്ദൻ കഥാപ്രസംഗം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കർണനെല്ലാം തന്നെ വളരെ പ്രശസ്തമാണ്. ഈ ഭാഗങ്ങളിലൊക്കെ അനവധി പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത് വാസ്തവത്തിൽ ആദ്യം സൂര്യനെ ഉപാസിക്കണം. സൂര്യനെ ഉപാസിച്ചുകൊണ്ട് ശക്തി സമാർജിക്കണം. ശമന്തകം കഥയിൽ സത്രാജിത്തിനുണ്ടായ അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ, അതാണ് 8 ഭാരം കനകം. ഈ കഥകളിലെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്ന കാര്യം പഠിക്കണ്ടേ? അപ്പോൾ എല്ലാ തരത്തിലും ഇവിടുത്തെ മഹാബലിയുടെ കഥ അതെടുക്കുമ്പോഴും അദ്ദേഹം സിദ്ധനായി, യോഗ്യനായി. അപ്പോൾ സിദ്ധനായി, യോഗ്യനായി എന്ന് പറയും. എന്താ സിദ്ധി? ശരീരം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നേടി, ഉപാസനാ വൈഭവം കൊണ്ട് നേടി സുതലത്തിലേക്ക് പോയി. ഇതാണ് സിദ്ധി. അപ്പോൾ നമുക്കും സിദ്ധി വേണം. എന്താ സിദ്ധി? മേന്മ നന്മ എന്ന് പറയുന്ന സിദ്ധികരകതമാക്കി ഈ പറയുന്ന മഹാബലി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സുഹൃതിയായി, അതുകൊണ്ട് സുതലത്തിലേക്ക് പോകാൻ സാധിച്ചു. നേട്ടങ്ങളാണ് കൈവരിച്ച മുഴുവൻ. ഭഗവാൻ ചവിട്ടി താഴ്ത്തി എന്നുള്ളതല്ല, അതെല്ലാം തന്നെ വസ്തുതയിൽ വെട്ടിത്തം പിന്നാലെ വിളിച്ചു പോകുന്നത്. സത്യത്തിൽ ഭഗവാന്റെ തീർച്ചയാവടികളിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, സമ്പൂർണ്ണ സമർപ്പണം, ആ ആത്മസമർപ്പണം സാധിച്ചപ്പോൾ നല്ലൊരു പ്രദേശത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്ന്. അങ്ങനെ നല്ല പ്രദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കഥാഗോളമാണ്, സുതലത്തിലേക്ക് പോകാനുള്ള നല്ലൊരു കഥാഗോളമാണ് മഹാബലിയുടെ കഥ. അവിടെയും പറയുന്നുണ്ട്, സ്വർഗവാസികൾ പോലും അമരന്മാർ പോലും വളരെ കാക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, സുതലത്തിലേക്കാണ് ഭഗവാൻ തൻ്റെ ഭക്തൻ ആയ ഈ പറയുന്ന മഹാബലിയെ പറഞ്ഞു വിട്ടത്. അവിടെയാണ് ഗതാപാണിയായിട്ട്, കാവൽക്കാരനായിട്ട് ഭഗവാൻ നിൽക്കുന്നത്. ഒരു ഗ്യാരണ്ടിയും കൊടുത്തു, ഇനി നീ അടുത്ത ഇന്ദ്രൻ ആയിരിക്കും. ഇതിലേറെ എന്താണ് ഒരു നന്മ നമുക്ക് ആരോപിക്കാനുള്ളത് ഈ മഹാബലിയുടെ കഥയിൽ? അപ്പോൾ വാമനാവതാരത്തിലൂടെ നമുക്ക് പറയാൻ കഴിയുന്നത്, അനന്യശ്ചിന്തയന്തോ മാം യേജനാ പരിഭാസതയെ തേഷാം നിത്യ അഭിയുക്താനാം യോഗ ക്ഷേമം വഹാമ്യഹം. നല്ലൊരു ഗ്യാരണ്ടിയാണ്. ഭഗവാന്റെ ഭക്തൻ എന്നുള്ള മട്ടിലല്ല ഈ മഹാബലി തുടങ്ങിയത് എങ്കിൽ കൂടി, ഏതായാലും ശുക്രാചാര്യരുടെ നിർദ്ദേശമെല്ലാം തന്നെ വകവയ്ക്കാതെ തൻ്റെ സത്യം, ആ പ്രതിജ്ഞ, അതെല്ലാം തന്നെ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയ ഇദ്ദേഹത്തിന് ഈശ്വരനെ കാണാൻ കഴിഞ്ഞില്ലേ? ലോകം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരഭാവത്തെ പ്രകടിപ്പിച്ചു കൊടുത്തില്ലേ ഈ വാമനമൂർത്തി? അപ്പോൾ തന്നിലുള്ള ഈഗോ, ഞാനെന്നും എൻ്റേതെന്നും പറയുന്ന അഹങ്കാരമെല്ലാം തന്നെ തേഞ്ഞു മാഞ്ഞു പോയില്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഈശ്വര ദർശനം സാധിച്ചില്ലേ? അതല്ലേ ജീവന്റെ ലക്ഷ്യം? അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ജീവ ബ്രഹ്മ ഐക്യം എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ തത്വം, അതിനു വേണ്ടിയുള്ളൊരു കഥാഗോളമായിട്ട് ഇതിനെ കാണണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം ഏതായാലും അടുത്ത ഒരു സത്രസ്ഥലത്തേക്ക് ഓടിപ്പോകണമെന്നാണ് എൻ്റെ തലയിൽ എഴുത്ത്. തൊട്ടടുത്ത് തന്നെയാണ്. ഇങ്ങനെ വിളിക്കേണ്ട സ്ഥലമൊന്നും എനിക്കറിഞ്ഞുകൂടാ, വിളിക്കുന്നവരേ എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും സ്വാമികളെ കണ്ടുപഠിച്ചതാണ്. ഞാൻ സപ്താഹ സ്ഥലത്തായാലും സത്രത്തിലായാലും ആൾക്കാരെ കൊണ്ട് ബഹളം കൂട്ടിക്കും. അതായത് എനിക്കറിയാവുന്ന രീതിയിൽ. അപ്പോൾ സ്വാമികളുടെ അത്രയും പാണ്ഡിത്യമൊന്നുമില്ല. ഏതായാലും അതൊന്നുമില്ല എങ്കിൽ കൂടി നമ്മളും അതെല്ലാം അനുകരിക്കുന്നുണ്ട്. എനിക്ക് കണ്ട കാലം മുതൽ ഇത്രമാത്രം ഇഷ്ടം, ഇത്രമാത്രം സ്നേഹമുള്ള ഒരു സ്വാമികൾ വേറെ ഇല്ല. നമ്മുടെ ഈ പറയുന്ന ഭൂമാനന്ദ സ്വാമികളുടെ പോലെ അത്രമാത്രം അദ്ദേഹം ഒറ്റയ്ക്ക് വാസ്തവത്തിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ അവിടെയാണ് ഈശ്വരൻ്റെ ആനുകൂല്യവും ആ ഈശ്വരൻ്റെ അനുഗ്രഹവും ആ ഈശ്വരൻ്റെ സാന്നിധ്യവും ഒക്കെ പ്രകടമാകുന്നത്. ഒരിക്കലും ഞാൻ ഇവിടെ വരാതിരിക്കില്ല. അതായത് എങ്ങനെയെങ്കിലും ഓടിയെത്തും. ഇന്ന് വളരെ നേരത്തെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒച്ചത്തിലൊന്ന് ജപിക്കാം. ഏതായാലും ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ആമോദത്തോടെ വന്നു ഞങ്ങളി വാമന കഥ പാടുമ്പോൾ വാണിദേവിയും ശ്രീഗണേശനും വാണിടേണമെൻ മനസ്സേ. ഗോവിന്ദ
അന്നൊരു കാലം ശ്രീ മഹാബലി എന്നൊരു മന്നൻ വാഴവേ സത്യധർമ്മങ്ങൾ പാരിനെ കാത്ത് നിത്യശോഭ ചൊരിയവേ ഗോവിന്ദ ഹരി ദാനവൻ ബലി തന്നൂടെ കീർത്തി ദാനവാരികൾക്കാധിയായി ഖിന്നത പൂണ്ട ദേവകളുടൻ പന്നകശായിതൻ മുന്നിൽ ചെന്നു വൃത്താന്തം ചൊല്ലിയ നേരം നന്നെന്ന് ചിന്തിച്ചാൻ ഗോവിന്ദ ഹരി ഇന്ദിരാകാന്തൻ സങ്കടം കേട്ടു മന്ദഹാസമോടോതിനാൻ ആളുമാർദ്ധവും രാജാധികാരക്കോളുകളൊത്ത് ചേരുമ്പോൾ ആരിലും വര തെല്ലഹങ്കാരം വാരിധിക്ക് തീര പോലെ ഗോവിന്ദ ഹരി ഹരി മന്നവൻ പ്രതി നിങ്ങളിൽ വേണ്ട ഖിന്നത തെല്ലുമോർത്താലും പക്ഷിവാഹന വാണികൾ കേട്ടങ്ങിക്ഷേതി പാലർ പോയിനാർ ഗോവിന്ദ അങ്ങനെ കാലം പോകും വേളയിൽ കേട്ടു യാഗകഥകളും യാഗശാലയിൽ ബ്രഹ്മചാരിതൻ രൂപമാർന്ന വടുവിനെ നോക്കി ആചാര്യ ശുക്രനാം മുനി മന്നവൻ തന്നോടോതിനാൻ ഗോവിന്ദ ബ്രഹ്മചര്യവും വാമനത്വവും വിഷ്ണുതൻ തന്ത്രം നിശ്ചയം മുന്നിൽ നിൽക്കും വടുവിനെ നോക്കി മന്നവൻ മുത ചോദിച്ചാൻ ഗോവിന്ദ ഹരി ഹരി വന്ദനം മമ സ്വാഗതം ഭവാൻ എന്തു സേവനം ചെയ്യേണ്ടു മൂന്നടി മണ്ണ് തന്നാലും ഭവാൻ ഈശ്വരാർച്ചന ചെയ്തിടാൻ ഗോവിന്ദ ഹരി ഹരി താടിയിൽ വിരലോടിച്ചാചാര്യൻ ശിഷ്യനോടായിട്ടോതിനാൻ വന്നു നിൽക്കോമി വാമനൻ സാക്ഷാൽ വിഷ്ണുവെന്നതും ഓർക്കണം പാത്രശുദ്ധി അറിഞ്ഞു ദാനങ്ങൾ ചെയ്യണമെന്നും സജ്ജനം രക്ഷകരെന്ന ഭാവത്തിൽ ചിലർ ശിക്ഷിപ്പൂ നിത്യം സത്യത്തെ ഗോവിന്ദ ഹരി ഗോവിന്ദ ശുക്രഗീതികളുള്ളത്തിൽ കേട്ടു ബ്രഹ്മചാരിയുമോദിനാൻ മൂന്നടി മണ്ണ് മാത്രമാണെൻ്റെ കാമിതം വാക്കു തന്നാലും ഗോവിന്ദ സർവവും സദാ ശങ്കരാർപ്പിതം എന്നു ചിന്തിച്ചാൻ മാബലി ചൊല്ലിനാൻ മുന്നിൽ നിൽക്കും വാമന രൂപനോടായി സമ്മതം ഗോവിന്ദ ഹരി
വാക്കുകേട്ടിയ നേരം വാമനൻ വാനം മുട്ടെ വളർന്നതും രണ്ടടിയളന്നു ലോകേശൻ ഭൂമി പാതാള സ്വർഗങ്ങൾ. ഗോവിന്ദ ഹരേ ഭക്തചേത്തമളക്കം നോട്ടത്താൽ ഭക്തവത്സലൻ ചൊല്ലിനാൻ. തന്ന വാക്കു നീ പാലിക്കൂ ഭവാൻ ഖിന്നത വിട്ടുണർന്നാലും. ഗോവിന്ദ ഹരി എന്നതോ കേട്ടു ശുദ്ധനാം ബലി അശ്രുബിന്ദുക്കൾ തൂകിനാൻ. രണ്ടു കണ്ണു അടച്ചു കൈകൂപ്പി മുന്നിൽ താഴും ശിരസോടെ വിശ്വരക്ഷകൻ വിഷ്ണുതൻ രൂപം ഉള്ളത്തിൽ കണ്ടങ്ങർത്ഥിച്ചാൻ. ഗോവിന്ദ ഹരി ശോകനാശന വച്ചാലും തവ ചെവടി മമ മൂർധാവിൽ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മുന്നിൽ കുമ്പിട്ട ഭക്തി ശൃംഗത്തിൽ വിഷ്ണുതൻ പദം ഊന്നിനാൻ. ഗോവിന്ദ ഹരി ഹരി മൂന്നടി കൊണ്ട് മന്നവൻ നേടി ത്രക്ഷരീയം സുതലവോ. ഗോവിന്ദ ആറടിയുള്ള ഈ ജന്മത്തിൽ ഹരേ മൂന്നടി കൊണ്ട് സായുജ്യം കൈവരിച്ചൊര പുണ്യജന്മത്തിൻ പാദഭൂമിത വന്നിപ്പോ. ഗോവിന്ദ ഹരി കർമ്മബന്ധ കടങ്ങൾ പൊട്ടിച്ച് സദ്ഗതി വന്നു ചേരുവാൻ. തന്നു ഒന്നു നിൻ പദം എൻ ശിരസിലും ചേരണേ. ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മൂന്നടി കൊണ്ട് മൂന്നക്ഷരമുള്ള സുതലം കിട്ടിയെന്നാണ് കവി പാടുന്നത്. അതുപോലെ തന്നെ ആറടിയുള്ള ഈ ശരീരം കൊണ്ട് മൂന്നടി വാസ്തവത്തിൽ ഭഗവാനോട് എടുത്തോളം പറഞ്ഞ് സായുജ്യവും കിട്ടി, സുതലവും സായുജ്യവും. അതുപോലുള്ള ഈ കഥാകോളം സ്മരിച്ചുകൊണ്ട് അലയോ ഗോവിന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, അലയോ വിഷ്ണു സ്വരൂപ ശ്രീകൃഷ്ണ പരമാത്മാവെ, അങ്ങ് എന്തു വേണം? കർമ്മബന്ധ കടങ്ങൾ പൊട്ടിച്ച് ഋണത്രയങ്ങളൊക്കെ ദൂരീകരിച്ച് സദ്ഗതി വന്നു ചേരുവാൻ ഒന്നു നിൻ പദം എൻ ശിരസിലം ചേരണേ. ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഹരി. വാമനാവതാര കഥ ഇത്തരത്തിൽ നമ്മളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് സായുജ്യം എന്ന് പറയുന്ന സമ്യക്കായിട്ട് യോജിക്കുന്ന ജീവബ്രഹ്മ ഐക്യം എന്ന് ഭാഗവതം പ്രഖ്യാപിക്കുന്ന ആ സ്ഥിതിവിശേഷത്തിലേക്കാണ്. അത്തരത്തിലെ എല്ലാ കഥാകോളങ്ങളെയും നിങ്ങൾ യോജിപ്പിച്ചു കൊണ്ടുപോരണം. ഭാഗവതത്തിലെ ഓരോ ഭാഗവും എടുത്താലും അത് പൂർണ്ണമായിട്ടും ഭാഗവതമാണ്. ഓരോ ഭാഗവും പൂർണ്ണമായ ഭാഗവതമാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണം ഇവിടെ നിർത്താം. എല്ലാവരും
വാസ്തവത്തിൽ ദ്വാദശാക്ഷരി ജപിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സത്രവേദിയിലും സദസ്സിലും ഇനി ചിട്ടപ്രകാരമുള്ള സ്വാമികളുടെ നിർദ്ദേശപ്രകാരമുള്ള സകലതും നടക്കട്ടെ. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ എന്നിലും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.